മോസ്കോ, റഷ്യൻ ഫെഡറേഷന്റെ തലസ്ഥാനം. മോസ്കോ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന റഷ്യയിലെ ഏറ്റവും വലിയ നഗരത്തിൽ ഇന്നുള്ളത് ആധുനിക റഷ്യ കൈവരിച്ച സമ്പൽ സമൃദ്ധിയുടെ പ്രതീകങ്ങളായ അമ്പരചുംബികളാണ്. മോസ്കോ സിറ്റിയിൽ നിന്ന് 6 കിലോമീറ്റർ കിഴക്കുമാറി ഇതാ ഈ കാണുന്നതാണ് മോസ്കോ ക്രെംലിൻ എന്ന ചരിത്ര സ്മാരകം. അതിന്റെ മുകളിലായി മിന്നിത്തിളങ്ങി നിൽക്കുകയാണ് സോവിയറ്റ് യൂണിയന്റെ ഗതകാല സ്മരണകൾ പേറുന്ന ചെന്താരകം. ഒക്ടോബർ വിപ്ലവത്തിന്റെ രോമാഞ്ചമായ സാക്ഷാൽ കോമ്രേഡ് ലെനിൻ അന്ത്യവിശ്രമം കൊള്ളുന്ന റെഡ് സ്ക്വയറിലെ മുസോളിയത്തിന് മുന്നിൽ ഇന്ന് പണ്ടത്തെ പോലെ സന്ദർശകരെ തിരക്കില്ല. റഷ്യൻ ഭരണാധികാരത്തിന്റെ സുപ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ക്രെംലിന്റെ അമരത്ത് ഇന്നുള്ളത് നിലവിലെ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനാണ്. പഴയ സോവിയറ്റ് യൂണിയന്റെ ഗാംഭീര്യമൊന്നും ഇല്ലെങ്കിലും പുടിൻ ഭരിക്കുന്ന റഷ്യൻ ഫെഡറേഷൻ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ രാജ്യം. 1999 ഡിസംബർ 31 ക്രെംലിനിൽ അധികാരത്തിലേറിയ പുടിൻ ഗവൺമെന്റിന് പഴയ കമ്മ്യൂണിസ്റ്റ് ഹാങ് ഓവർ പേരിന് പോലുമില്ല. എന്നാൽ റഷ്യൻ ഫെഡറേഷൻ എന്ന രാജ്യത്തിന്റെ സീമകൾക്കുള്ളിൽ ഇന്നും പലയിടത്തായി ആ പഴയ പ്രതാപത്തിന്റെ പ്രതീകങ്ങൾ ചിതറിക്കിടക്കുന്നുണ്ട്. സോവിയറ്റ് നാടിന്റെ പാരമ്പര്യം ഏറെ സങ്കീർണമായ ഒന്നാണ്. ഭൂതലത്തിന്റെ 1/6 ഭാഗവും വരുന്ന ഏതാണ്ട് 28 കോടിയോളം പേർ അധിവസിച്ചിരുന്ന ഒരു മഹാരാജ്യമായിരുന്നു ഒരിക്കലത്. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നടിഞ്ഞത് ലോക ചരിത്രത്തിൽ തന്നെ മുൻ മാതൃകകളില്ലാത്ത ഒരു അത്യപൂർവ സംഭവമാണ്. USSR എന്ന ഭീമൻ രാഷ്ട്രം പിളർന്ന് 15 പുതിയ ദേശരാഷ്ട്രങ്ങൾ ജന്മമെടുത്ത ആ പ്രക്രിയയ്ക്ക് സ്വാതന്ത്ര്യത്തിന്റെ മധുരം ഉണ്ടായിരുന്നപ്പോൾ തന്നെ അനിശ്ചിതത്വത്തിന്റെ അവ്യക്തതകളുടെ ഇരുളും നിഴലും ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ പിളർപ്പ് ആ പ്രദേശത്തെ ജനങ്ങളെ സ്വാധീനിച്ചത് എങ്ങനെയൊക്കെയാണ്? അങ്ങനെ ഒരു പിളർപ്പുണ്ടായപ്പോൾ ആര് ജയിച്ചു, ആര് തോറ്റു? USSR പിളർന്ന് പലതായ ശേഷം രൂപം കൊണ്ട റഷ്യൻ ഫെഡറേഷന് ഇന്ന് ലോകക്രമത്തിലുള്ള സ്വാധീന ശക്തി എത്രത്തോളമാണ്? ചോദ്യങ്ങൾ അങ്ങനെ പലതുണ്ട്. ഈ ലക്കം വല്ലാത്തൊരു കഥയിൽ നമ്മൾ അറിയാൻ പോകുന്നത് സോവിയറ്റ് യൂണിയന്റെ പിളർപ്പിനെ കുറിച്ചും അതേ ചുറ്റിപ്പറ്റി നടന്ന രോമാഞ്ചജനകമായ സംഭവങ്ങളെക്കുറിച്ചുമാണ്. ഒക്ടോബർ വിപ്ലവം തൊട്ടിങ്ങോട്ട് 7 പതിറ്റാണ്ട് കാലം ഈ ലോകത്തിന്റെ സ്പന്ദനത്തെ പോലും നിയന്ത്രിച്ച USSR എന്ന മഹാശക്തി ഒരു സുപ്രഭാതത്തിൽ പല കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചതിന്റെ കഥ. നിലംപൊത്തുന്നതിനു മുമ്പുള്ള ദിവസങ്ങളിൽ സോവിയറ്റ് യൂണിയനിലെ നേതാക്കൾക്കിടയിൽ നടന്ന അത്യാവേശകരമായ രാഷ്ട്രീയ വടംവലികളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നൂറ്റാണ്ടുകൾ നീണ്ട ഫ്യൂഡൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് ഇന്നത്തെ ഇമ്പീരിയൽ റഷ്യയിൽ പുതിയൊരു സൂര്യോദയമുണ്ടായി. വർഗസമരത്തിന്റെ ചോരച്ചൂപ്പിൽ ഉദിച്ചുയർന്ന ആ അഗ്നി നക്ഷത്രത്തിന്റെ പേര് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് അഥവാ USSR എന്നായിരുന്നു. വിപ്ലവത്തിലൂടെ ജനിച്ചു വീണ രാജ്യത്തെ അന്ന് സാമ്രാജ്യത്വ ശക്തികൾ ഒരു ദാക്ഷിണ്യവും കൂടാതെ 4 ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിച്ചു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പിന്നീടുള്ള 70 വർഷം സോവിയറ്റ് യൂണിയൻ ഒരു ആഗോള ശക്തിയായി നിലനിന്നു. ആ മണ്ണിൽ നിന്ന് ഉയർന്നു പൊങ്ങിപ്പാറിയ ചെങ്കൊടി ലോകത്താകമാനമുള്ള അടിച്ചമർത്തപ്പെട്ട ജനജാതികൾക്ക് സ്വന്തം അസ്തിത്വത്തെ മുറുകെ പിടിക്കാനുള്ള ബലമായി മാറി. 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ശീതയുദ്ധം കൊടുമ്പിരിക്കൊണ്ടപ്പോൾ അമേരിക്കയെ നിലയ്ക്ക് നിർത്താൻ പോന്ന ഒരു ശക്തിയായി ലോകത്ത് അവശേഷിച്ചതും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് സ്വന്തം ശബ്ദം കണ്ടെത്താനുള്ള നിലമൊരുക്കിയതും ഇതേ സോവിയറ്റ് യൂണിയൻ തന്നെയായിരുന്നു. അങ്ങനെ അത്യസാധാരണമായ ഒരു ലെഗസി തന്നെയുള്ള സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നത് 1991 ക്രിസ്തുമസ് ദിനത്തിലാണ്. പക്ഷേ ആ തകർച്ചയുടെ കഥ ആ ഒരൊറ്റ ദിവസത്തിൻ്റെയോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഒരു പതിറ്റാണ്ടിൻ്റെയോ ചരിത്രം മാത്രമല്ല. അത് കൃത്യമായി മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറെ കൂടി പിന്നിലേക്ക് പോയി കഥ പറഞ്ഞു തുടങ്ങണം. ഒക്ടോബർ വിപ്ലവത്തിലൂടെ സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം ഉണ്ടായത് തൊട്ട് തന്നെ നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തരമായ സംഭവ വികാസങ്ങളിൽ ഒന്നായിരുന്നു റഷ്യൻ വിപ്ലവം. ലോക ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ അതിന് കഴിഞ്ഞു. 1917 ഒന്നല്ല 2 വിപ്ലവങ്ങളുടെ തിരമാലകളാണ് വെറും 9 മാസത്തിനുള്ളിൽ റഷ്യയിൽ അലയടിക്കുന്നത്. 1917 ഫെബ്രുവരിയിൽ 3 നൂറ്റാണ്ടോളം റഷ്യ ഭരിച്ച റോമനോവ് സാമ്രാജ്യത്തെ അധികാരത്തിൽ നിന്നിറക്കിയ ആദ്യ വിപ്ലവം നടക്കുന്നു. അതിന്റെ മൂച്ചിൽ അധികാരം ഏറ്റെടുത്ത ലിബറൽ ബൂർഷാസികളുടെ പ്രൊവിഷണൽ ഗവൺമെന്റിനെ തൂത്തെറിഞ്ഞ് ഒക്ടോബറിൽ സോവിയറ്റ് സോഷ്യലിസ്റ്റുകൾ അധികാരത്തിലേറിയ 2ാം വിപ്ലവം ഉണ്ടാവുന്നു. വല്ലാത്തൊരു കഥയുടെ ഒക്ടോബർ വിപ്ലവം എപ്പിസോഡിൽ ഈ സംഭവ വികാസങ്ങൾ വളരെ വിശദമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. റഷ്യയിൽ വിപ്ലവം നടന്ന് USSR ഉണ്ടായി 68 വർഷം കൂടി പിന്നിട്ട ശേഷം 1985 സോവിയറ്റ് യൂണിയനെ പൊളിച്ചടുക്കിയ വില്ലൻ എന്ന് ചരിത്രം അടയാളപ്പെടുത്തിയ മിഖായിൽ ഗോർബച്ചേവ് അധികാര കസേരയിലേക്ക് എത്തുന്നത്. 1950കളുടെ അവസാനത്തോടെ മോസ്കോയ്ക്ക് 1400 കിലോമീറ്റർ തെക്ക് കിടക്കുന്ന സ്റ്റാവ്രോപോൾ നഗരത്തിലാണ് ഗോർബച്ചേവ് തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. രാജ്യത്തെ പല കമ്മ്യൂണിസ്റ്റ് ഉന്നതരും അവരുടെ അവധിക്കാലം ചെലവിടാൻ വന്നിരുന്ന ഒരു പ്രശാന്ത സുന്ദര നഗരമായിരുന്ന സ്റ്റാവ്രോപോളിലേക്ക് 1968 അന്നത്തെ KGB ചീഫായിരുന്ന യൂറി ആന്ത്രോപ്പോവ്, അന്നത്തെ പ്രമുഖ താത്വിക ആചാര്യനായിരുന്ന മിഖായിൽ സുസ്ലോവ് എന്നിവർ സന്ദർശനത്തിനെത്തുമ്പോൾ
അവർക്ക് ആതിഥേയത്വം വഹിച്ചത് ഗോർബച്ചേവ് ആയിരുന്നു. അസാമാന്യ ദിഷ്ണാശാലിയും സൗമ്യ സ്വഭാവിയും സുമുഖനുമായിരുന്ന ആ പ്രാദേശിക നേതാവിനെ ഇരുവർക്കും നന്നായി ബോധിച്ചു. നേതൃത്വത്തോട് പരിപൂർണ വിധേയത്വം, പാർട്ടി ആശയങ്ങൾ പാകാൻ പറ്റിയ ഫലഭൂയിഷ്ടമായിട്ടുള്ള മസ്തിഷ്കം, തികഞ്ഞ പ്രായോഗിക ബുദ്ധി, വിപരീത സാഹചര്യങ്ങൾക്കനുസരിച്ച് വീണ്ടും വിധം പ്രവർത്തിക്കാനുള്ള അസാധാരണ സിദ്ധി, ഇത്രയും തെളിഞ്ഞു നിന്നിരുന്ന മിഖായിലിനെ വളർത്തിക്കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു. 1970 വെറും 39 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ 2.5 ലക്ഷം മനുഷ്യർ അധിവസിച്ചിരുന്ന സ്റ്റാവ്രോപോൾ റീജിയന്റെ ഫസ്റ്റ് സെക്രട്ടറിയായി അയാളെ പാർട്ടി തെരഞ്ഞെടുത്തു. ഗോർബച്ചേവിന്റെ പിന്നീട് അങ്ങോട്ടുള്ള രാഷ്ട്രീയ വളർച്ച ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അതേ വർഷം തന്നെ USSRന്റെ നിയമനിർമ്മാണ സഭയായ സുപ്രീം സോവിയറ്റിലേക്കും പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിലേക്കും അയാൾക്ക് ക്ഷണം ലഭിച്ചു. 1978 പാർട്ടി സെൻട്രൽ കമ്മിറ്റിയുടെ കൃഷികാര്യ വിഭാഗത്തിന്റെ തലവനായി ഗോർബച്ചേവ്. ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ കൂടിയതോടെ തന്റെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിന് മോസ്കോയിലേക്ക് മാറ്റേണ്ടതായിട്ട് വന്നു. ഗോർബച്ചേവിന് മുന്നേ സോവിയറ്റ് യൂണിയൻ നയിച്ച ആന്ത്രോപ്പോവിന്റെ പിന്തുണ ഈ ഘട്ടത്തിൽ പാർട്ടിക്കുള്ളിൽ വളരാൻ അയാളെ സഹായിച്ചു. തൊട്ടടുത്ത വർഷം 1979 തന്റെ 48-ാം വയസ്സിൽ പാർട്ടിയുടെ പരമോന്നത സഭയായ പോളിറ്റ് ബ്യൂറോയിലേക്കും ഗോർബച്ചേവ് തെരഞ്ഞെടുക്കപ്പെടുന്നു. അന്നത്തെ സോവിയറ്റ് PBയുടെ ശരാശരി പ്രായം നോക്കിയാൽ ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പർമാരിൽ ഒരാളായി അതോടെ ഗോർബച്ചേവ്. 1985 മാർച്ച് 11 അപ്പോഴേക്കും പോളിറ്റ് ബ്യൂറോയിലെ രണ്ടാമനായി ഉയർന്നു കഴിഞ്ഞിരുന്ന മിഖായിൽ ഗോർബച്ചേവ് USSRന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്നു. പാർട്ടിക്കുള്ളിൽ അന്നുവരെ തുടർന്നു വന്നിരുന്ന അധികാര ശ്രേണിയിൽ സമൂലമായ മാറ്റത്തിന് ഗോർബച്ചേവ് ശ്രമിച്ചു. PBക്കുള്ളിലെ മുതിർന്ന താപ്പാനകളെ ഹാർഡ്ലൈനേഴ്സിനെ ഗോർബച്ചേവ് ആദ്യം പുകച്ച് പുറത്തു ചാടിച്ചു. ഇങ്ങനെ മുതിർന്ന നേതാക്കൾ വിരമിച്ച ഒഴിവുകളിലേക്ക് പിന്നീട് അദ്ദേഹം തന്റെ വിശ്വസ്തരെ കൊണ്ടുവന്നു. അക്കൂട്ടത്തിലാണ് 1985 സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറിയായി ബോറിസ് യെൽസിൻ നിയമിതനാവുന്നത്. 1931 ഫെബ്രുവരി 1 പടിഞ്ഞാറൻ സൈബീരിയയിലെ സെർദുലോവ്സ് പ്രവിശ്യയിലായിരുന്നു യെൽസിന്റെ ജനനം. കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച യെൽസിൻ ആ മേഖലയിൽ നന്നായി തിളങ്ങുന്നുണ്ട്. പാർട്ടി വൃത്തങ്ങൾ വഴി യെൽസിനെ കുറിച്ച് പറഞ്ഞു കേട്ട ഗോർബച്ചേവ് സ്ഥിരോത്സാഹിയായ യുവാവിനെ തന്റെ ടീമിലെടുക്കുന്നു. അന്ന് യെൽസിന്റെ നാട്ടുകാരനും സോവിയറ്റ് പ്രധാനമന്ത്രിയുമായിരുന്ന നിക്കോളോയ് റൈസ്കോവ് പക്ഷേ ഗോർബച്ചേവിനെ അക്കാര്യത്തിൽ പരമാവധി നിരുത്സാഹപ്പെടുത്താൻ നോക്കുന്നു. യെൽസിന്റെ പ്രവൃത്തി പരിചയം കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിലും സ്വഭാവം കൊണ്ട് അയാളൊരു ഡിസ്ട്രോയർ ആണ് എന്നും അയാളെ കൂടെ കൂട്ടുന്നത് സൂക്ഷിച്ചു മതി എന്നുമായിരുന്നു റൈസ്കോവിന്റെ ഉപദേശം. എന്നാൽ അത് വകവയ്ക്കാതെ 1985 ഡിസംബർ 23 സോവിയറ്റ് യൂണിയന്റെ തലസ്ഥാന നഗരിയായ മോസ്കോയുടെ ഫസ്റ്റ് സെക്രട്ടറിയായി ഗോർബച്ചേവ് യെൽസിനെ നിയമിച്ചു. അഴിമതിയിലും അരാജകത്വത്തിലും ആണ്ടിരുന്ന മോസ്കോയെ വെടിപ്പാക്കുക എന്നതായിരുന്നു അയാളെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ഒന്നടങ്കം ഗോർബച്ചേവ് പാർട്ടി കോൺഗ്രസിനായി ക്രെംലിനിലേക്ക് ക്ഷണിച്ചു. 1986 ഫെബ്രുവരി 25 ഐതിഹാസിക സമ്മേളനത്തിനായി നഗരമേധാവി യെൽസിന്റെ നേതൃത്വത്തിൽ മോസ്കോ ഒരുങ്ങി. 500-ലേറെ വരുന്ന പ്രതിനിധികൾ പുതിയ നേതാവായ ഗോർബച്ചേവിനെ ഹർഷാരവങ്ങളോടെ സ്വീകരിച്ചു. ഈ 27-ാം പാർട്ടി കോൺഗ്രസിൽ വെച്ചാണ് സോവിയറ്റ് സാമ്രാജ്യത്തിന്റെ മരണക്കുറിപ്പായി പിന്നീട് മാറിയ തന്റെ വിപ്ലവകരമായിട്ടുള്ള നയപരിഷ്കാരങ്ങൾ ഗോർബച്ചേവ് പ്രഖ്യാപിക്കുന്നത്. കരിങ്കടൽ തീരത്തെ തന്റെ ഒഴിവുകാല വസതിയിൽ ഏറെ നാൾ ചെലവിട്ട് പ്രധാന സഹായിയായ അലക്സാണ്ടർ യാക്കോവ്ലേവിന്റെ സഹായത്തോടെയാണ് കോൺഗ്രസിലെ തന്റെ പ്രസംഗം അന്ന് ഗോർബച്ചേവ് ചിട്ടപ്പെടുത്തിയത്. പെരിസ്ട്രോയിക്ക അഥവാ പുനർനവീകരണം, ഗ്ലാസ്നോസ്റ്റ് അഥവാ സുതാര്യത എന്നീ 2 ആശയങ്ങളാണ് അന്ന് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. വൻ കരഘോഷത്തോടെയാണ് പ്രതിനിധികൾ ഗോർബച്ചേവിന്റെ വാക്കുകളെ അന്ന് സ്വീകരിക്കുന്നത്. പിന്നാലെ വേദിയിലെത്തിയ എഡ്വേർഡ് ഷെവർനാറ്റ്സയെ പോലെയുള്ള നേതാക്കൾ പ്രസിഡന്റിനെ വാഴ്ത്തുമൊഴികൾ കൊണ്ട് മൂടി. ഏറ്റവും ഒടുവിലായി പ്രസംഗപീഠത്തിലേക്ക് യെൽസിൻ എത്തിച്ചേരുമ്പോഴും പെരിസ്ട്രോയിക്കയുടെ സാധ്യതകൾ വിസ്തരിക്കുന്ന ഒരു അനുമോദന പ്രസംഗമാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതിനു പകരം ഗോർബച്ചേവിന്റെ നയങ്ങളെ നിശിതമായിട്ട് വിമർശിക്കുകയാണ് യെൽസിൻ ചെയ്യുന്നത്. 1920-കൾ തൊട്ടിങ്ങോട്ട് പാർട്ടിയുടെ ഉന്നത പദവികൾ വഹിക്കുന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ വിളിച്ചിരുന്ന പേര് നോമൻ ക്ലറ്റൂറ എന്നാണ്. അവർക്ക് സോവിയറ്റ് യൂണിയനിലെ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് പ്രിവിലേജുകൾ, ഒരുപാട് ലക്ഷറികൾ അന്ന് അനുവദിക്കപ്പെട്ടിരുന്നു. രാജകീയ ജീവിതം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന കുറേ സൗകര്യങ്ങൾ. സാധാരണക്കാരന് എത്രയോ മുകളിലെ ജീവിതമാണ് സോവിയറ്റ് യൂണിയനിലെ പാർട്ടി അംഗം അന്ന് നയിച്ചിരുന്നത്. അവർക്ക് പ്രത്യേകം അവകാശങ്ങളുണ്ടായിരുന്നു. 25ഓളം വരുന്ന PB സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അത്യാധുനിക വിമാനങ്ങൾ എന്നും ഒരുങ്ങിക്കിടക്കും. ഓരോരുത്തർക്കും 4 വീതം അംഗരക്ഷകരുണ്ട്. റേഡിയോ, ടെലിഫോൺ സൗകര്യങ്ങളോട് കൂടിയ അത്യാഡംബര ലിമോസിൻ കാറുകളുണ്ട്. 24 മണിക്കൂറും പരിചാരകർ സേവിക്കുന്ന മണിമാളികകളുണ്ട്. പിന്നെ കരിങ്കടൽ തീരത്ത് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒഴിവുകാല വസതികളും അവരെ കാത്തിരിക്കുന്നുണ്ട്. ഇവരുടെ ഭാര്യമാർക്ക് വോൾഗ സെഡാൻ കാറുകൾ സൗജന്യമായി നൽകും. രാജ്യത്തെവിടെയും സവിശേഷ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി ക്രെംലിനിൽ നിന്ന് നൽകുന്ന പ്രത്യേക നമ്പർ പ്ലേറ്റുകളും ഈ കാറുകൾക്കുണ്ടായിരുന്നു. വിധേയത്വമാണ് പക്ഷേ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. വിധേയത്വമില്ലെങ്കിൽ ഏതു നിമിഷം വേണമെങ്കിലും ഈ സൗകര്യങ്ങൾ പിൻവലിക്കപ്പെടാം എന്ന സാധ്യത ഉള്ളതുകൊണ്ട് പരമാവധി പാർട്ടി വിധേയത്വം ഇത് ഉറപ്പാക്കുന്നു. പാർട്ടിയിലെ ചുരുക്കം ചില ഉന്നതർക്ക് മാത്രം ഇങ്ങനെയൊരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നതിൽ പലർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അമർഷം ഉണ്ടായിരുന്നുവെങ്കിലും മാതുറന്നു മിണ്ടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല.
ഇതിനൊക്കെ നേരെയായിരുന്നു യെൽസിന്റെ മിന്നലാക്രമണം. ആ തീപ്പൊരി പ്രസംഗം അവസാനിച്ചതും ക്രെംലിൻ ഹാളിൽ നിശബ്ദത പരന്നു. പുതിയ ശത്രുവിനെ പാർട്ടി തിരിച്ചറിയുകയായിരുന്നു. മോസ്കോ നഗര മേധാവി എന്ന നിലയിലുള്ള തന്റെ അനുഭവങ്ങളിൽ നിന്നായിരുന്നു യെൽസിന്റെ ഈ അഭിപ്രായ പ്രകടനം. നഗരഭരണത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും തുടച്ചു നീക്കാൻ അന്ന് യെൽസിൻ കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു. ഭരണചക്രത്തിന് ഗതിവേഗം നൽകണമെന്ന ഗോർബച്ചേവിന്റെ നിർദ്ദേശം യെൽസിൻ ശിരസാ വഹിക്കുകയായിരുന്നു. യെൽസിന്റെ പ്രവർത്തനത്തിൽ തുടക്കത്തിൽ ഗോർബച്ചേവും സന്തുഷ്ടനായിരുന്നു. പാർട്ടിയിലേക്ക് കടന്നു വന്ന പുത്തൻ കാറ്റ് എന്നാണ് ഗോർബച്ചേവ് ആദ്യം യെൽസിനെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷെ താമസിയാതെ കഥ മാറി. ജനപ്രിയ നടപടികളിലൂടെ യെൽസിന്റെ പോപ്പുലാരിറ്റി വർദ്ധിക്കുന്നത് പാർട്ടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് യെൽസിന് വലിയ പബ്ലിസിറ്റി നൽകേണ്ട എന്ന് പ്രാവ്ദ എഡിറ്റർ വിക്ടർ അഫനസ്യേവിനെ വിളിച്ച് ഗോർബച്ചേവ് നിർദ്ദേശിക്കുന്നിടത്തോളം കാര്യങ്ങളെത്തി. 1987 ജനുവരി 19 ക്രെംലിനിൽ പോളിറ്റ് ബ്യൂറോയുടെ പതിവ് വ്യാഴാഴ്ച യോഗം നടക്കുകയാണ്. താൻ മുന്നോട്ട് വെച്ച പരിഷ്കാരങ്ങളുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള ഒരു രൂപരേഖ സെൻട്രൽ കമ്മിറ്റിയിൽ അടുത്തയാഴ്ച നടത്തേണ്ടുന്ന പ്രസംഗത്തിന്റെ കരട് ഗോർബച്ചേവ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഒരു ചോദ്യം ചെയ്യൽ ഒരംഗത്തിന്റെ ഭാഗത്തു നിന്നും അധികം പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഈ PB യോഗത്തിൽ ഗോർബച്ചേവിന്റെ വാദങ്ങളെ എതിർത്തുകൊണ്ട് യെൽസിൻ രംഗത്ത് വന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. രാജ്യത്തിന്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണക്കാരായ പാർട്ടിയിലെ കടൽക്കിഴവന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തണം എന്നാവശ്യപ്പെടുന്ന യെൽസിൻ ജനറൽ സെക്രട്ടറി പദത്തിന്, അതായത് നിലവിൽ ഗോർബച്ചേവ് ഇരിക്കുന്ന പൊസിഷന് കാലപരിധി വെക്കണമെന്നും നിർദ്ദേശിച്ചു. ഒന്നും രണ്ടുമല്ല, ഗോർബച്ചേവ് മുന്നോട്ട് വെച്ച കരടിലെ 22 കാര്യങ്ങളോടാണ് യെൽസിൻ അന്ന് കടുത്ത വിമർശനം ഉന്നയിച്ചത്. ഇത് മുൻകൂട്ടി പ്രതീക്ഷിക്കാതിരുന്ന ഗോർബച്ചേവിന് അരിശം കയറി. അദ്ദേഹം ചാടി എഴുന്നേറ്റ് ഒരു കൊടുങ്കാറ്റ് പോലെ മുറിക്ക് പുറത്തേക്ക് പോയി. അടുത്ത അരമണിക്കൂർ നേരത്തേക്ക് പോളിറ്റ് ബ്യൂറോയിൽ വല്ലാത്തൊരു നിശബ്ദതയാണ്. കുറ്റപ്പെടുത്തുന്ന മട്ടിൽ എല്ലാവരും യെൽസിനെ തുറച്ചു നോക്കിയതോടെ അദ്ദേഹം അവിടെ ഒറ്റപ്പെട്ടു. പ്രസംഗം പൂർത്തിയാക്കാതെ ഇറങ്ങിപ്പോയി അരമണിക്കൂറിന് ശേഷം ഗോർബച്ചേവ് മടങ്ങിയെത്തി. ഇത്തവണ കുറെ കൂടി വികാര വിക്ഷുബ്ധനായി സംസാരിച്ചു തുടങ്ങുന്ന പാർട്ടി സെക്രട്ടറി യെൽസിനുമേൽ ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു കയറി. അപ്രതീക്ഷിതമായ ആക്രമണത്തിന് മുന്നിൽ അസ്തപ്രജ്ഞനായി നിന്നുപോയി യെൽസിൻ. ഒരു വാക്കുപോലും മറുത്തു പറയാനാവാതെ അന്ന് അദ്ദേഹം ഗോർബച്ചേവിന്റെ 30 മിനിറ്റോളം നീണ്ട ശകാര വർഷം അത്രയും ഏറ്റുവാങ്ങി. ചന്തയിലെ ചുമട്ടുകാരുടെ ഭാഷയിലാണ് സെക്രട്ടറി സംസാരിച്ചതെന്ന് പിൽക്കാലത്ത് യെൽസിൻ ഓർത്തെടുക്കുന്നുണ്ട്. ഗോർബച്ചേവിന്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ യെൽസിൻ തന്റെ പിഴയ്ക്ക് മാപ്പ് പറഞ്ഞു. താനൊരു പാഠം പഠിച്ചു എന്ന് യെൽസിൻ കുമ്പസരിച്ചു. ആ ദിവസം മുതൽക്ക് ഗോർബച്ചേവ് തന്നെ വെറുക്കാൻ തുടങ്ങിയെന്ന് യെൽസിൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. 1987 ജനുവരിയിലെ ആ വിവാദ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ഗോർബച്ചേവ് യെൽസിനെ തീർത്തും അവഗണിക്കാൻ തുടങ്ങി. PBയുടെ വ്യാഴാഴ്ച യോഗങ്ങളിൽ യെൽസിനുമായി സംസാരിക്കാതിരിക്കാനും അദ്ദേഹത്തിന് കൈകൊടുക്കാതിരിക്കാനും ഒക്കെ ഗോർബച്ചേവ് പ്രത്യേകം ശ്രദ്ധിച്ചു. മുതിർന്ന പാർട്ടിക്കാരുടെ പ്രത്യേക അവകാശത്തെ യെൽസിൻ രൂക്ഷമായി വിമർശിച്ചത് ഗോർബച്ചേവിനെ അത്രമാത്രം നോവിച്ചിരുന്നു. അന്നത്തെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി വെച്ച് യെൽസിൻ കാണിച്ചത് കൂലംകുത്തലായിരുന്നു. അതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് തുടർച്ചയായ അവഗണനകൾക്കും പ്രതികാര നടപടികൾക്കും അദ്ദേഹം വിധേയനായി. യെൽസിന് പാർട്ടി സ്ഥിരം PB അംഗത്വം നൽകുകയും ചെയ്തില്ല. നിലവിലെ പദവിയിൽ നിർവഹിക്കേണ്ടി വന്നിരുന്ന ഉത്തരവാദിത്തങ്ങളുടെ കൃത്യാന്തര ബാഹുല്യവും യെൽസിനെ വല്ലാതെ വലച്ചു. കാര്യം ഗോർബച്ചേവ് തന്നെ കൈപിടിച്ചുയർത്തിക്കൊണ്ടു വന്നതാണ് എങ്കിലും തുടക്കം തൊട്ട് തന്നെ ഗോർബച്ചേവിന്റെ വിശ്വസ്ത വിധേയമായിട്ടുള്ള അനുയായി വൃന്ദത്തിന്റെ പൊതു സ്വഭാവത്തിന് ഒട്ടും ചേരാത്തയാളായിരുന്നു യെൽസിൻ. വിവാദ വിഷയങ്ങളിൽ സ്വന്തം അഭിപ്രായം അതിന് എത്ര പാർട്ടി വിരുദ്ധമാണ് എങ്കിലും വെട്ടിത്തുറന്ന് പറയാൻ യെൽസിന് മടിയില്ലായിരുന്നു എന്നത് അദ്ദേഹത്തെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തി. പാർട്ടി തന്നോട് കാണിക്കുന്ന ചിറ്റമ്മ നയത്തിൽ നിരാശനായ യെൽസിൻ 1987 സെപ്റ്റംബർ 10 പ്രതിഷേധ സൂചകമായി തന്റെ PB അംഗത്വം രാജിവെച്ചു. രാജിവെക്കുന്നതിന് തൊട്ടു മുമ്പായി മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. നേതൃത്വത്തിന്റെ മുൻകൂർ അനുമതി തേടാതെ അണികൾ മോസ്കോയുടെ തെരുവുകളിൽ 2 ചെറിയ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ഇതിനെതിരെ നഗരത്തിന്റെ ചുമതലയുള്ള നേതാവായിട്ടുള്ള യെൽസിൻ എന്തുകൊണ്ട് കർശനമായ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചില്ല എന്നൊരു രൂക്ഷ വിമർശനം അന്ന് മറ്റൊരു മുതിർന്ന നേതാവായ യെഗോർ ലിഗാച്ചേവിൽ നിന്ന് ഉയർന്നു വന്നു. ഇതുകൂടി ആയപ്പോൾ എല്ലാം തികഞ്ഞു. തന്നെ ഒരു തരത്തിലും വിലമതിക്കാത്ത ഇക്കൂട്ടർക്കൊപ്പം താൻ ഇനി ഒരു ദിവസം പോലും സഹകരിച്ചു പ്രവർത്തിക്കില്ല എന്ന് ഭാര്യ നയനയോട് പറഞ്ഞ ശേഷം യെൽസിൻ അന്ന് കരിങ്കടൽ തീരത്ത് വിശ്രമത്തിലായിരുന്ന ഗോർബച്ചേവിന് തന്റെ രാജിക്കത്ത് അയച്ചുവിട്ടു. മോസ്കോയിലെ മറ്റ് പാർട്ടി അംഗങ്ങളുടെ നിസ്സഹകരണവും ലിഗാച്ചേവിന്റെ രീതികളോടുള്ള എതിർപ്പും എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ആ രാജിക്കത്ത്. മിഖായിൽ സെർഗേവിച്ച് അടക്കമുള്ള തന്റെ സഹപ്രവർത്തകർക്ക് പെരിസ്ട്രോയ്ക്കയ്ക്ക് അതരസേവ ചെയ്യാൻ മാത്രമാണ് നേരമെന്നും യെൽസിൻ തന്റെ രാജിക്കത്തിൽ പരിഭവിച്ചു. ഒരു വെള്ളിടി പോലെയാണ് യെൽസിന്റെ രാജിക്കത്ത് ഗോർബച്ചേവിന് അനുഭവപ്പെട്ടത്. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നോളമുള്ള ചരിത്രത്തിൽ ആരും തന്നെ സ്വമേധയാ തന്റെ PB അംഗത്വം രാജിവെച്ചിട്ടില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അന്ന് ഗോർബച്ചേവ് ചെന്നുപെടുന്നത്. ഈ തലതെറിച്ച യെൽസിന്റെ അഹങ്കാരം സഹിക്കാനും വയ്യ. PBയിലെ ഭിന്നതയൊട്ട് നാട്ടുകാരെ അറിയിക്കാനും പറ്റില്ല. PBയിലെ പ്രശ്നം പുറത്തറിയുന്നത് അല്ലെങ്കിൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിടും. അങ്ങനെ ഗതിയില്ലാതെ ഗോർബച്ചേവ് യെൽസിനെ വിളിക്കുന്നു. അല്പം കൂടി ക്ഷമിക്കൂ ബോറിസ്, നമുക്ക് പരിഹാരമുണ്ടാക്കാമെന്ന് അദ്ദേഹം തന്റെ ശിഷ്യനോട് പറയുന്നു. ആ നിർദ്ദേശത്തിന്റെ പേരിൽ യെൽസിൻ തന്റെ രാജിക്കത്തിന്മേലുള്ള തുടർ നടപടികൾ മരവിപ്പിച്ചു. പക്ഷേ കാത്തിരിപ്പിന് ഒരു ഫലവും ഉണ്ടായില്ല. ആഴ്ചകൾ കാത്തിരുന്നിട്ടും ഗോർബച്ചേവ് പിന്നീട് യെൽസിനോട് അതേപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല.
അടുത്ത് നടക്കാനിരിക്കുന്ന പാർട്ടി പ്ലീനത്തിനു വേണ്ടി ഗോർബച്ചേവ് കാത്തിരിക്കുകയാണ് എന്ന് യെൽസിന് മനസ്സിലായി. അങ്ങനെ ഒടുവിൽ ആറ്റുനോറ്റിരുന്ന് പ്ലീനത്തിൻ്റെ ദിവസമെത്തി. ക്രെംലിനിലെ സെന്റ് കാതറിൻ ഹാളിലാണ് ആ യോഗമെന്ന് നടക്കുന്നത്. അധ്യക്ഷൻ ലിഗാച്ചേവാണ്. അരമണിക്കൂർ നേരത്തെ പ്രസംഗം അവസാനിപ്പിച്ച് ഗോർബച്ചേവ് മടങ്ങുമ്പോൾ ഇനി ആർക്കെങ്കിലും സംസാരിക്കാൻ ഉണ്ടോ എന്ന് ലിഗാച്ചേവ് ആരായുന്നു. വേദിയിൽ നിന്ന് ഒരു കൈ മാത്രം അപ്പോൾ പൊങ്ങുന്നു, യെൽസിൻ്റെ. 2 നിമിഷത്തിന് ശേഷം പക്ഷേ ആ കൈ താഴുന്നു. സംസാരിക്കണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു അപ്പോൾ യെൽസിൻ എന്നത് വ്യക്തമാണ്. ഗോർബച്ചേവിൻ്റെ പ്രസംഗത്തിനുമേൽ ചർച്ച വേണമോ എന്ന ചോദ്യത്തിന് സദസ്സ് വേണ്ട എന്ന് പറയുമ്പോൾ ഗോർബച്ചേവ് യെൽസിന് നേരെ വിരൽ ചൂണ്ടുന്നു. യെൽസിൻ പതുക്കെ എഴുന്നേൽക്കുന്നു. അവിടെ ഇരിക്കാൻ ലിഗാച്ചേവ് ആജ്ഞാപിക്കുന്നു. ഗോർബച്ചേവ് ഇടപെട്ട് ബോറിസ് നിക്കോളോവിച്ചിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. യെൽസിനെ പിരികേറ്റി കൊലയ്ക്ക് കൊടുക്കാൻ തന്നെയായിരുന്നു ഗോർബച്ചേവിൻ്റെ ആ നീക്കം. കാര്യമായ തയ്യാറെടുപ്പൊന്നും നടത്താതെ വന്ന യെൽസിൻ അപ്പോൾ പരിഭ്രമിച്ചു പോയി. ഇടറുന്ന ശൈലിയിൽ തുടർച്ചയായി 7 മിനിറ്റ് യെൽസിൻ സംസാരിച്ചു. തൻ്റെ വോട്ടിംഗ് കാർഡിന് പിന്നിൽ കുറിച്ചിട്ട നോട്ടിൽ നോക്കിയായിരുന്നു ആ പ്രസംഗം. യാഥാർത്ഥ്യവുമായിട്ട് പുലബന്ധമില്ലാത്ത വാഗ്ദാനങ്ങളാണ് പെരിസ്ട്രോയ്ക്ക മുന്നോട്ട് വയ്ക്കുന്നത് എന്നും ജനങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി ഒടുവിൽ ഒന്നും നടക്കാതെ പോയാൽ അത് സമൂഹത്തിൽ അതിർത്തി വളർത്തുമെന്നും യെൽസിൻ വെട്ടി തുറന്നു പറഞ്ഞു. അതിനു പുറമെ ജനറൽ സെക്രട്ടറിക്ക് ചില PB അംഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മുഖസ്തുതി അനാശാസ്യ പ്രവണതയാണ്. ഈ മുഖസ്തുതിയുടെ സംസ്കാരം അംഗീകരിക്കാനാവാത്തതാണ്. മുഖസ്തുതിയുടെ രുചി അതിനെ പിന്നീട് ഒരു കീഴ്വഴക്കമാക്കി തീർക്കും. വ്യക്തികളുടെ ബിംബവൽക്കരണത്തിനും അത് വഴിവെക്കും. ഇത് അനുവദിക്കാൻ പാടില്ല. കോമ്രേഡ് ലിഗച്ചേവിൻ്റെ തന്നോടുള്ള എതിർപ്പും അതിന് പേരുള്ള തൊഴുത്തിൽ കുത്തും സഹിയാതെയാണ് താൻ PBയിൽ നിന്ന് രാജിവെച്ചിറങ്ങുന്നത് എന്നറിയിച്ച യെൽസിൻ മോസ്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തൻ്റെ നേതൃപദവിയെക്കുറിച്ചാണെങ്കിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് ആ പാർട്ടിയുടെ സിറ്റി കമ്മിറ്റി പ്ലീനമാണ് എന്നും പറഞ്ഞു വെക്കുന്നു. യെൽസിൻ്റെ ഏറെ സ്തോഭജനകമായ പ്രസംഗം സദസ്സിനെ ഞെട്ടിച്ചു കളയുന്നു. PBയിൽ നിന്ന് ഇതുവരെ ആരും രാജിവെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, 1920കളിൽ ട്രോട്സ്കിക്ക് ശേഷം പാർട്ടിയുടെ പരമോന്നത നേതാവിനെ കേന്ദ്ര കമ്മിറ്റിക്ക് മുന്നിൽ നിർത്തി ഈ തരത്തിൽ ആക്രമിക്കാനുള്ള ധൈര്യവും ഒരാൾക്കും ഉണ്ടായിട്ടില്ല. പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്ത് യെൽസിൻ തൻ്റെ കസേരയിലേക്ക് മടങ്ങുമ്പോൾ ഹാൾ നിശബ്ദതയിലാണ്ടു. പടപടാമിടിക്കുന്ന തൻ്റെ ഹൃദയം വാരിയെല്ലും തകർത്ത് പൊട്ടിത്തെറിക്കാൻ വെമ്പുകയായിരുന്നു ആ നിമിഷമെന്ന് പിന്നീട് യെൽസിൻ ഓർത്തെടുക്കുന്നുണ്ട്. താൻ അത്രയും നാൾ ഇഴചേർന്ന് പ്രവർത്തിച്ച റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളരെ അടുത്തറിയാമായിരുന്ന യെൽസിന് ഇനി അവിടെ നടക്കാൻ പോകുന്നത് എന്തെന്ന് കൃത്യമായി അറിയാമായിരുന്നു. കേന്ദ്ര കമ്മിറ്റിയിലെ അംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് തന്നെ ആക്രമിക്കും. അങ്ങനെ ചെയ്യുന്നതിൽ അവർക്ക് ഒരുപക്ഷെ അദമ്യമായ ആനന്ദം പോലും അനുഭവിക്കാനായേക്കും. എന്നാലും എന്തിനും തയ്യാറായി യെൽസിൻ അപ്പോൾ അവിടെ ഇരുന്നു. ഗോർബച്ചേവിൻ്റെ മുഖം രോഷം കൊണ്ട് ചുവന്നു തൊടുത്തു. യെൽസിൻ്റെ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ ലിഗാച്ചേവ് ഗോർബച്ചേവിനെ ക്ഷണിച്ചു. മോസ്കോ ഘടകം റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമേ അല്ല, അതിൻ്റെ അധികാരപരിധിക്ക് കീഴിൽ വരേണ്ട, നിർദ്ദേശങ്ങൾ പാലിച്ചനുസരിക്കേണ്ട ഒന്നേ അല്ല എന്നാണോ കോമ്രേഡ് യെൽസിൻ കരുതുന്നത് എന്നായിരുന്നു ഗോർബച്ചേവിൻ്റെ ആദ്യത്തെ ചോദ്യം. പാർട്ടി പിളർത്താനാണ് യെൽസിൻ ശ്രമിക്കുന്നത് എന്ന് ഗോർബച്ചേവ് ആരോപിച്ചു തുടങ്ങിയപ്പോൾ തന്നെ യെൽസിൻ പ്രതിഷേധവുമായി എഴുന്നേറ്റു. ഇരിക്കവിടെ എന്ന് ഗോർബച്ചേവ് ഒച്ചയുയർത്തി വിലക്കി. യെൽസിനെ തലങ്ങും വിലങ്ങും ശകാരിച്ച ശേഷം അദ്ദേഹത്തിന് നേരെയുള്ള ആക്രോശം തുടരാൻ ഗോർബച്ചേവ് കേന്ദ്ര കമ്മിറ്റിയിലെ മറ്റംഗങ്ങളെയും ക്ഷണിച്ചു. ഗോർബച്ചേവിൻ്റെ ചിങ്കിടികളും യെൽസിൻ്റെ ശത്രുക്കളും ഒന്നൊന്നായി മൈക്ക് കയ്യിലെടുത്ത് ആക്രമണം തുടങ്ങി. തൻ്റെ ശത്രു തലങ്ങും വിലങ്ങും പ്രഹരിക്കപ്പെടുന്നത് കണ്ട് ഊരി ചിരിച്ചുകൊണ്ട് ഗോർബച്ചേവ് ഇരുന്നു. ആകെ മൊത്തം 27 പ്രാസംഗികർ 4 മണിക്കൂർ നേരമെടുത്ത് യെൽസിനെ അക്ഷരാർത്ഥത്തിൽ കുരിശിലേറ്റി. നിറഞ്ഞ സദസ്സിൽ വെച്ച് ഒരു തൊട്ടി നിറയെ മാലിന്യം എൻ്റെ മേൽ വലിച്ചെറിയപ്പെട്ടു എന്നാണ് പിന്നീട് ഈ സംഭവത്തെക്കുറിച്ച് യെൽസിൻ പറയുന്നത്. ഏറെ സംഘടിതമായി നടന്ന ആക്രമണത്തിൽ തീർത്തും നിലംപരിശായിപ്പോയ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി പിരിയും മുമ്പ് തനിക്ക് സംസാരിക്കാൻ ഒരവസരം കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടു. വീണ്ടും മൈക്ക് കയ്യിലെടുത്തപ്പോഴേക്കും പക്ഷേ സംഭരിച്ചു വെച്ച ധൈര്യമെല്ലാം ചോർന്നുപോയി കഴിഞ്ഞിരുന്നു. അനുരഞ്ജനത്തിൻ്റെ സ്വരത്തിലായി പിന്നീട് അങ്ങോട്ടുള്ള പ്രസംഗം. പെരിസ്ട്രോയ്ക്കയുടെ ഫലസിദ്ധിയെക്കുറിച്ച് താൻ ഒരിക്കലും സംശയാലുവല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വികാരവിക്ഷോഭം മൂത്ത് അദ്ദേഹം ചെറുതായി വിൽക്കുക പോലും ചെയ്തു. കമ്മിറ്റിയിൽ തനിക്കെതിരെ ഉയർന്ന എല്ലാ വിമർശനങ്ങളെയും ശരിവെക്കുന്നുവെന്നും അദ്ദേഹം സമ്മതിച്ചു. ഇത്രയും ആയപ്പോഴേക്കും ഗോർബച്ചേവ് ഇടപെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് യെൽസിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി പുറപ്പെട്ടു. ബോറിസ്, നിങ്ങൾക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സാമാന്യ പരിജ്ഞാനം പോലും ഇല്ലെന്നുണ്ടോ? നിങ്ങളെ നഴ്സറിയിലിരുത്തി രാഷ്ട്രീയത്തിൻ്റെ ABCD തുടക്കം തൊട്ട് വീണ്ടും പഠിപ്പിക്കണോ ഞങ്ങൾ എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത കുരമ്പ്. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് തലകുനിച്ചുകൊണ്ടുള്ള യെൽസിൻ്റെ മറുപടി. വിജയം നുണഞ്ഞ ഗോർബച്ചേവ് അതോടെ കത്തിമടക്കി. തൻ്റെ പ്രതിയോഗി അഹങ്കാരിയും സ്വന്തം ആഭിജാത്യത്തെ പാർട്ടിക്ക് മുന്നിൽ പ്രതിഷ്ഠിക്കുന്നവനുമാണ് എന്ന് ഗോർബച്ചേവ് ആരോപിച്ചു. ഗോർബച്ചേവ് ഇങ്ങനെ പറഞ്ഞു നിർത്തിയ ശേഷം ഇന്നിവിടെ വീണ്ടും വിചാരമില്ലാത്ത രീതിയിൽ സംസാരിച്ചതുവഴി സെൻട്രൽ കമ്മിറ്റിക്കും മോസ്കോ സിറ്റി സംഘടനയ്ക്കും ഞാൻ അവമതിപ്പുണ്ടാക്കി, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ക്ഷമാപണത്തിൻ്റെ സ്വരത്തിൽ യെൽസിൻ തൻ്റെ പ്രസംഗം ഉപസംഹരിച്ചു. തുടർന്ന് യെൽസിനെ അതിരൂക്ഷമായ ഭാഷയിൽ ശാസിക്കാനുള്ള ഒരു പ്രമേയം കൂടി ഇതേ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കപ്പെട്ടു.
യെൽസിൻ അടക്കമുള്ളവരുടെ പിന്തുണയോടെ തന്നെ ഏകകണ്ഠമായി അത് പാസ്സാക്കപ്പെടുകയും ചെയ്തു. മോസ്കോ പാർട്ടി തലവനായി തുടരാനുള്ള ആഗ്രഹം അറിയിച്ചുകൊണ്ട് ദിവസങ്ങൾക്ക് ശേഷം യെൽസിൻ ജനറൽ സെക്രട്ടറിക്ക് ഒരു കത്തെഴുതി. സാധ്യമല്ല എന്ന ഒരൊറ്റ വാക്ക് മറുപടിയായിരുന്നു ഗോർബച്ചേവിൻ്റേത്. പക്ഷേ PBയിലെ പ്രശ്നം ഒരു ദിവസം ഇരുമ്പുമറ ഭേദിച്ച് എങ്ങനെയോ പുറത്തെത്തി. സെൻട്രൽ കമ്മിറ്റിയിൽ യെൽസിൻ നടത്തിയ രഹസ്യ പ്രസംഗവും അതിന് പിന്നാലെ നടന്ന യെൽസിൻ വധവുമെല്ലാം പൊടിപ്പും തൊങ്ങലും പിടിപ്പിച്ച കഥകളായി മോസ്കോയിലെ ചായക്കടകളിൽ പ്രചരിച്ചു. അക്കൂട്ടത്തിൽ എല്ലാ കഥകളും എമ്പാടും പ്രചരിച്ചു. അതിനിടയ്ക്ക് 1987 നവംബർ 7-ാം തീയതി ഒക്ടോബർ വിപ്ലവത്തിന്റെ 70-ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി ഗോർബച്ചേവും മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ചേർന്ന് ലോക കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പലരെയും ക്ഷണിച്ചു വരുത്തി റെഡ് സ്ക്വയറിൽ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ട്. രോമാഞ്ചജനകമായിട്ടുള്ള ഒരു മിലിറ്ററി പരേഡും ആ പരിപാടിയുടെ ആവേശമേറ്റി. ലെനിൻ മുസോളിയത്തിന് മുകളിൽ പാർട്ടിയുടെ പ്രധാന നേതാക്കൾ എല്ലാവരും അണിനിരന്നപ്പോൾ അവിടെ ഏറെ നാടകീയമായ രംഗങ്ങൾ പലതും അരങ്ങേറി. ഒരു വശത്ത് വിദേശത്തു നിന്നെത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഓരോരുത്തരായി യെൽസിൻ്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തോട് വളരെ ഊഷ്മളമായിട്ട് ഇടപെടുന്നു. മറുവശത്ത് നാട്ടിലെ എല്ലാ പ്രധാന നേതാക്കളും അദ്ദേഹത്തെ ഒരു അപരിചിതനെ പോലെ കണക്കാക്കി അവഗണിക്കുന്നു. അപ്പോഴേക്കും റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ ഈ പടലപ്പിണക്കം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായി കഴിഞ്ഞിരുന്നു. ഫിഡൽ കാസ്ട്രോയും പോളണ്ടിലെ ജനറൽ ജാറുസെൽസ്കിയും എല്ലാം യെൽസിനെ വന്ന് കെട്ടിപ്പിടിച്ച് സാരമില്ല, എല്ലാം നേരെയാകുമെന്ന് ആശ്വസിപ്പിച്ചു. അന്ന് യെൽസിൻ അവിടെ നിന്നത് വികൃതി കാട്ടിയതിന് ടീച്ചറുടെ ശകാരം ഏറ്റുവാങ്ങേണ്ടി വന്ന സ്കൂൾ കുട്ടിയുടെ മുഖഭാവത്തോടും ശരീരഭാഷയോടുമായിരുന്നുവെന്ന് അമേരിക്കൻ അംബാസഡർ ജാക്ക് മാറ്റ്ലോക്ക് പിന്നീട് നിരീക്ഷിക്കുന്നുണ്ട്. പാർട്ടിയുടെ മോസ്കോ കമ്മിറ്റിയിൽ നിന്ന് യെൽസിനെ നീക്കാൻ വേണ്ടി 1987 നവംബർ 11-ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മോസ്കോ ബ്രാഞ്ചിന്റെ അടിയന്തര യോഗം വിളിക്കണം എന്നായി ഗോർബച്ചേവ്. അതോടെ യെൽസിൻ മാനസിക സംഘർഷത്തിന്റെ പരകോടിയിലെത്തി. സമ്മർദ്ദം സഹിക്കാനാവാതെ ഒടുവിൽ ആ യോഗത്തിന് 2 ദിവസം മുമ്പ് അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. നെഞ്ചിൽ സ്വയമുണ്ടാക്കിയ മുറിവിൽ നിന്ന് രക്തം പാർന്നൊഴുകുന്ന നിലയിലാണ് അന്ന് യെൽസിനെ കണ്ടെത്തുന്നത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് സ്ഥിതി ഗുരുതരമായില്ല. മോസ്കോ പാർട്ടിയുടെ യോഗത്തിൽ നിന്ന് തടിതപ്പാൻ യെൽസിൻ നാടകം കളിക്കുകയാണ് എന്നായിരുന്നു ഗോർബച്ചേവിൻ്റെ ആരോപണം. ഒടുവിൽ യോഗ ദിനമായി. രാവിലെ ആശുപത്രി മുറിയിലേക്ക് ഗോർബച്ചേവിൻ്റെ നേരിട്ടുള്ള ഫോൺ വിളിയെത്തി. എത്രയും പെട്ടെന്ന് വസ്ത്രം മാറി പാർട്ടിയുടെ മോസ്കോ സിറ്റി കമ്മിറ്റി പ്ലീനത്തിന് എത്തിച്ചേരുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരവ്. പറ്റില്ല, കിടക്കുന്നിടത്ത് അനങ്ങരുതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എന്ന് കൊടിയ വേദനയ്ക്കിടയിലും യെൽസിൻ പറഞ്ഞു. അതോർത്ത് കോമ്രേഡ് വിഷമിക്കേണ്ട, എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങളെ ഡോക്ടർമാർ സഹായിക്കും എന്നും പറഞ്ഞ് ഗോർബച്ചേവ് ഫോൺ വെച്ചു. ഗോർബച്ചേവ് ഫോൺ വെച്ച് 5 മിനിറ്റിനുള്ളിൽ ക്രെംലിൻ ഡോക്ടർ ദിമിത്രി നെച്ചായേവ് യെൽസിൻ്റെ മുറിയിലെത്തി. യെൽസിൻ്റെയും ഭാര്യ നൈനയുടെയും പ്രതിഷേധം അവഗണിച്ച് കടുത്ത ഡോസിലുള്ള വേദന സംഹാരികൾ അയാൾ കുത്തിവെച്ചു. തല കറങ്ങുന്നുവെന്നും കാലുകൾ ഉറയ്ക്കുന്നില്ല എന്നും യെൽസിൻ പരാതിപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. നേരാമണ്ണമൊന്നും സംസാരിക്കാൻ പോലും ആകാത്ത അവസ്ഥയിൽ യെൽസിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ആളെത്തി. ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തെ അടിയന്തരമായിട്ട് ഡിസ്ചാർജ് ചെയ്തു. പ്രതിഷേധിച്ച നയനയോട് ആശുപത്രി അധികൃതർ കൈമലർത്തി. ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല, മുകളിൽ നിന്നുള്ള ഉത്തരവാണ്. അങ്ങനെ ഒടുവിൽ തന്നെ വലിച്ചു കയറാൻ കാത്തിരിക്കുന്ന സഹപ്രവർത്തകരുടെ മുന്നിലേക്ക് യെൽസിൻ നിർബന്ധപൂർവ്വം വലിച്ചിഴക്കപ്പെട്ടു. തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളെ പാർട്ടിക്ക് മുകളിൽ പ്രദർശിച്ച ബോറിസ് യെൽസിനെ മോസ്കോ സിറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകം തലവൻ എന്ന സ്ഥാനത്തു നിന്ന് നീക്കണോ വേണ്ടയോ എന്നതായിരുന്നു അന്നത്തെ അടിയന്തര പാർട്ടി മീറ്റിംഗിൻ്റെ അജണ്ട. കഴിഞ്ഞ സെൻട്രൽ കമ്മിറ്റി മീറ്റിംഗിൽ മുതിർന്ന നേതാക്കൾക്ക് നേരെയും പാർട്ടിയുടെ നയങ്ങൾക്കെതിരെയും യെൽസിൻ നടത്തിയ വിമർശനങ്ങളും വിഷയം അവതരിപ്പിച്ച ഗോർബച്ചേവ് എണ്ണി പറഞ്ഞു. കിട്ടിയ അവസരം യെൽസിൻ്റെ പാർട്ടിയിലെ ശത്രുക്കളും നന്നായി വിനിയോഗിച്ചു. 23 പാർട്ടി അംഗങ്ങൾ ഓരോരുത്തരായി എഴുന്നേറ്റ് നിന്ന് ഏകദേശം 4 മണിക്കൂർ നേരം കൊണ്ട് തൻ്റെ നേർക്കുതിർത്ത ആരോപണ ശരങ്ങൾ യെൽസിൻ തികഞ്ഞ നിർവികാരതയോടെ കേട്ടിരുന്നു. ഒടുവിൽ മറുപടി പ്രസംഗത്തിന് വേണ്ടി അദ്ദേഹം എഴുന്നേറ്റപ്പോൾ യെൽസിൻ തുലയട്ടെ എന്ന മുദ്രാവാക്യങ്ങൾ മുൻനിരയിൽ നിന്ന് തന്നെ മുഴങ്ങി. താൻ പെരിസ്ട്രോയ്ക്കയിൽ അടിയുറച്ചു വിശ്വസിക്കുന്നുവെന്നും സെൻട്രൽ കമ്മിറ്റി മീറ്റിംഗിനിടയ്ക്ക് മറ്റ് നേതാക്കളുടെ മുന്നിൽ വെച്ച് ജനറൽ സെക്രട്ടറി ആക്ഷേപിച്ചതിൽ ഖേദമുണ്ട് എന്നും യെൽസിൻ വിശദീകരിച്ചു. പുറമേക്ക് തികഞ്ഞ സംയമനത്തോടെയാണ് പെരുമാറിയത് എങ്കിലും ആശുപത്രി കിടക്കയിൽ നിന്ന് തന്നെ വലിച്ചുകൊണ്ടുവന്ന് ഇങ്ങനെ കടിച്ചു കീറിയതിന് ഗോർബച്ചേവിന് ഒരിക്കലും പിന്നീട് യെൽസിൻ മാപ്പ് കൊടുക്കുന്നില്ല. സ്മാർത്ഥ വിചാരത്തിന് ശേഷം പാർട്ടി ഭ്രഷ്ടനാക്കപ്പെട്ട യെൽസിൻ വീണ്ടും പഴയപടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. മോസ്കോ പാർട്ടിയുടെ ചുമതല PB അംഗമായ ലൈവ് സൈക്കോവിന് നൽകപ്പെടുകയും ചെയ്തു. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ യെൽസിൻ യുഗം അവസാനിച്ചുവെന്ന് സൈക്കോവ് സംശയലേശമെന്നെ പ്രഖ്യാപിച്ചു. അങ്ങനെ പരസ്യമായ കുറ്റവിചാരണ എന്ന പീഡനത്തിന് ശേഷം മോസ്കോ പാർട്ടി ഘടകത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പാർട്ടിക്ക് അനഭിബന്ധനായി വേദനിച്ചു കഴിഞ്ഞ യെൽസിന് ദിവസങ്ങൾക്ക് ശേഷം പാർട്ടി ആസ്ഥാനത്തു നിന്ന് ഒരു ഫോൺ വരുന്നു. കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ഡെപ്യൂട്ടി ചെയർമാനായി യെൽസിന് പുനർനിയമനം നൽകാൻ പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുന്നു. നയരൂപീകരണത്തിന്റെ റോളില്ലാത്ത വെറും ഡെസ്ക് ജോലി. സെൻട്രൽ കമ്മിറ്റി അംഗമായും ഇയാൾക്ക് തുടരാം. യെൽസിൻ ആ വാഗ്ദാനം സന്തോഷത്തോടെ സ്വീകരിച്ചു. യെൽസിനെ ഇനി ഒരിക്കലും രാഷ്ട്രീയത്തിൽ കാലുകുത്തിക്കില്ല എന്ന ജനറൽ സെക്രട്ടറിയുടെ ഭീഷണിയും ഫോൺ വിളിച്ചയാൾ കൈമാറുന്നുണ്ട്. കനത്ത നിരീക്ഷണത്തിലായിരുന്നു യെൽസിൻ്റെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം. കൺസ്ട്രക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നിരന്തരം KGB ചാരന്മാർ കറങ്ങി നടന്നു. ഫോണുകളെല്ലാം ചോർത്തപ്പെട്ടു. സെൻട്രൽ കമ്മിറ്റി യോഗങ്ങൾക്കെത്തിയ യെൽസിൻ നിരന്തരം അവഗണിക്കപ്പെട്ടു.
യെൽസിനെ പ്രകീർത്തിക്കുന്നതൊന്നും അച്ചടിക്കരുത് എന്ന കർശന നിർദ്ദേശം പാർട്ടി തലത്തിൽ തന്നെ മാധ്യമങ്ങൾക്ക് നൽകി. എന്നിരുന്നാലും സെൻട്രൽ കമ്മിറ്റിയിൽ തുടരാൻ അന്ന് യെൽസിനെ അനുവദിച്ചതുവഴി സ്വന്തം കുഴി തോണ്ടുകയാണ് എന്ന് ഗോർബച്ചേവ് ഓർത്തില്ല. കുറെ കഴിഞ്ഞപ്പോൾ തൻ്റെ രാഷ്ട്രീയ ഏകാന്തവാസം യെൽസിൻ ആസ്വദിക്കാൻ തുടങ്ങി. നഗരപാതകളിൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് നടക്കാനിറങ്ങും. തിരിച്ചറിയുന്ന വഴിപോക്കർ തടഞ്ഞു നിർത്തി കൈ കൊടുക്കും. ചിലർ ചിരിച്ച് കടന്നുപോകും. പാർട്ടിയുടെ ഈ അച്ചടക്ക നടപടി സത്യത്തിൽ ജനങ്ങൾക്കിടയിലെ യെൽസിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയായിരുന്നു. കമ്മിറ്റി കൂടി യെൽസിനെ പുറത്താക്കിയിട്ടും അന്ന് പക്ഷേ ഗോർബച്ചേവിന്റെ പക അടങ്ങുന്നില്ല. മോസ്കോ പാർട്ടി മീറ്റിംഗിൽ അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ നടന്ന രഹസ്യയോഗത്തിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് തന്നെ പ്രാവതയിൽ പ്രസിദ്ധീകരിക്കണമെന്ന് അദ്ദേഹം ഉത്തരവിട്ടു. ഗ്ലാസ്നോസ്റ്റ് അഥവാ സുതാര്യത എന്നതിൻ്റെ ആശയം തൻ്റെ ശത്രുവിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടി അങ്ങേയറ്റം വരെ പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞിരുന്നു അന്ന് ഗോർബച്ചേവ്. പക്ഷേ ഈ പ്രതികാര നടപടി തന്നെ അയാൾക്ക് തിരിച്ചടിയായി. മോസ്കോയിലെ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്കും അനുഭാവികൾക്കും ഇടയിൽ യെൽസിന് കാര്യമായിട്ടുള്ള സഹതാപ തരംഗം തന്നെ ഈ ഒരൊറ്റ ലേഖനം ഉണ്ടാക്കി കൊടുത്തു. മോസ്കോ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി ജാഥ നടത്തി യെൽസിന്റെ സെൻട്രൽ കമ്മിറ്റി പ്രസംഗം അച്ചടിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ ഘടനയ്ക്ക് പുറത്ത് ഈ അച്ചടക്ക നടപടികൾ അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിപ്പിച്ചു. സ്വാഭാവികമായും ഇത് നാട്ടിലെയും പുറത്തെയും മാധ്യമങ്ങൾക്ക് കൗതുകമുള്ളൊരു വിഷയമായി. മോസ്കോ ന്യൂസ് വാരികയുടെ പത്രാധിപരായ യെഗോർ യാക്കോവ്ലേവ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളെ അവഗണിച്ചുകൊണ്ട് അന്ന് യെൽസിന്റെ ഒരു അഭിമുഖം എടുക്കുന്നു. മോസ്കോ പാർട്ടി കമ്മിറ്റിക്ക് മുന്നിൽ മരുന്നടിപ്പിച്ച് തന്നെ പരസ്യവിചാരണയ്ക്ക് എഴുന്നള്ളിച്ചതിന്റെ കഥ യെൽസിനെ കൊണ്ട് തന്നെ യാക്കോവ്ലേവ് പറയിപ്പിക്കുന്നു. വിമതസ്വരങ്ങളെ പാർട്ടി എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് ഓർത്തപ്പോൾ അഭിമുഖം എടുത്ത ശേഷം യാക്കോവ്ലേവിന് പുനർവിചിന്തനമുണ്ടായി. ആ അഭിമുഖത്തിന്റെ ട്രാൻസ്ക്രിപ്റ്റ് റഷ്യൻ ഭാഷയിൽ പ്രസിദ്ധപ്പെടുത്താൻ അദ്ദേഹത്തിന് ധൈര്യം വന്നില്ല. മോസ്കോ ന്യൂസിന്റെ ജർമ്മൻ എഡിഷനിൽ മാത്രമേ ഒടുവിൽ ആ അഭിമുഖം പ്രസിദ്ധീകരിച്ചുള്ളൂ എങ്കിലും റഷ്യൻ പൊതുരംഗത്ത് ഓളങ്ങൾ സൃഷ്ടിക്കാൻ അത് തന്നെ പര്യാപ്തമായിരുന്നു. ചുരുക്കത്തിൽ യെൽസിന്റെ ജനപ്രീതി വാനോളം ഉയരാൻ ഇതെല്ലാം കാരണമായി. അങ്ങനെയിരിക്കെ 1988 ജൂണിൽ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 19ാം പ്രത്യേക പാർട്ടി കോൺഫറൻസ് എത്തി. അടിയന്തര സ്വഭാവമുള്ള പോളിസി വിഷയങ്ങൾ പരിഗണിക്കാൻ ചേരുന്ന ഈ പ്രത്യേക കോൺഫറൻസ് 1941 ശേഷം ഒരിക്കൽ പോലും വിളിക്കേണ്ടി വന്നിട്ടില്ല. ഗ്ലാസ്നോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഈ യോഗത്തിൽ TV ക്യാമറകൾ അനുവദിച്ചിരുന്നു. അർദ്ധഭ്രഷ്ടിൽ കഴിയുന്ന യെൽസിനെ യഥാർത്ഥത്തിൽ ഈ പ്രത്യേക സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. യെൽസിന് ഏറെ ആരാധകരുള്ള ഫിന്നിഷ് അതിർത്തിയിലെ കരേലിയയിൽ നിന്നുള്ള ഒരു പ്രതിനിധി അവരുടെ ഡെലിഗേഷന്റെ കൂട്ടത്തിൽ എങ്ങനെയോ ഒരു ടിക്കറ്റ് അദ്ദേഹത്തിന് ഒപ്പിച്ച് നൽകുകയായിരുന്നു. 5000-ഓളം വരുന്ന സമ്മേളന പ്രതിനിധികൾ വിളിക്കാത്ത സദ്യക്ക് കയറിച്ചെന്ന യെൽസിനെ ഒരു വിചിത്ര വസ്തുവിനെ പോലെയാണ് അന്ന് കാണുന്നത്. പ്രസംഗിക്കാനുള്ള അവസരത്തിന് അപേക്ഷ എഴുതി കൊടുത്തുവെങ്കിലും ബാൽക്കണിയിലെ ഏറ്റവും പിറകിലുള്ള സീറ്റാണ് അന്ന് യെൽസിന് അനുവദിക്കപ്പെട്ടത്. പാർട്ടിയിലെ അധസ്ഥിതർക്ക് വേണ്ടി നീക്കിവെച്ച ആ ഭാഗത്തിരിക്കുന്നവർക്ക് സാധാരണഗതിയിൽ സംസാരിക്കാൻ അവസരം കിട്ടാറില്ല. സമ്മേളനത്തിന്റെ 5 ദിവസവും യെൽസിൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു. അവഗണിക്കപ്പെടുകയാണ് എന്നും പ്രസംഗിക്കാൻ തന്നെ വിളിക്കാൻ പോകുന്നില്ല എന്നും തിരിച്ചറിഞ്ഞ യെൽസിൻ അവസാന ദിവസം അതിസാഹസികമായിട്ടുള്ളൊരു നീക്കം നടത്തി. യോഗം നടന്നുകൊണ്ടിരിക്കെ ബാൽക്കണിയുടെ പടികളിറങ്ങി നേരെ സദസ്സിൻ്റെ മുൻനിരയിലെത്തി അദ്ദേഹം തന്നെ തടയാൻ ശ്രമിച്ച KGB-ക്കാരെ മറികടന്നുകൊണ്ട് പ്രതിനിധി കാർഡ് ഉയർത്തിക്കാട്ടി നേരെ വേദിക്ക് മുന്നിൽ ചെന്ന് നിലയുറപ്പിച്ചു. അപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന താജിക്കിസ്ഥാൻ പ്രതിനിധി പകുതിയിൽ നിർത്തി. മറ്റ് പ്രതിനിധികൾ ഞെട്ടിത്തരിച്ചിരിക്കുമ്പോൾ പ്രസീഡിയത്തിന് മുന്നിലെത്തിയ യെൽസിൻ മൈക്ക് ആവശ്യപ്പെട്ടു. പ്രസീഡിയത്തിലുണ്ടായിരുന്ന PB അംഗങ്ങൾ പരസ്പരം നോക്കി. വലേറി ബോൾഡിനെ ഗോർബച്ചേവ് യെൽസിനടുത്തേക്ക് പറഞ്ഞയച്ചു. അനാവശ്യമായി പ്രശ്നമുണ്ടാക്കാതെ പോയി വെയിറ്റിംഗ് റൂമിൽ കാത്തിരിക്കാൻ നിർദ്ദേശിച്ച ബോൾഡിൻ സംസാരിക്കാൻ ഉടൻ അവസരം നൽകാമെന്നും യെൽസിനെ അറിയിച്ചു. അത് കേട്ട് യെൽസിൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തോട് അനുഭാവമുള്ള ചില പ്രതിനിധികളും മാധ്യമപ്രവർത്തകരും അപകടം മണത്തു. പുറത്തേക്ക് പോയാൽ പിന്നെ തിരിച്ചു കയറ്റിയേക്കില്ല എന്ന് അവർ യെൽസിനോട് പറഞ്ഞു. പുറത്തേക്കുള്ള വഴിയിൽ നിന്ന് തിരിച്ചു വന്ന അദ്ദേഹം മുൻനിരയിലെ ഒരു ഒഴിഞ്ഞ കസേരയിൽ ഇരുപ്പുറപ്പിച്ചു. യെൽസിനെ പ്രസംഗിക്കാൻ ക്ഷണിക്കുകയല്ലാതെ ഗോർബച്ചേവിന് ഇനി വേറെ വഴിയില്ല. പ്രതിനിധികൾ ആകാംക്ഷയുടെ മുൾമുനയിലായി. അതീവ സൂക്ഷ്മതയോടെയാണ് യെൽസിൻ തന്റെ പ്രസംഗം തുടങ്ങുന്നത്. സോഷ്യലിസം കൈവരിച്ച നേട്ടങ്ങളിൽ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ യെൽസിൻ റഷ്യൻ സമൂഹത്തിലുണ്ടായ സ്തംഭനാവസ്ഥയുടെ കാരണങ്ങൾ തേടണമെന്നും നിർദ്ദേശിച്ചു. സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയവും ചർച്ച ചെയ്യുന്നതിൽ വിലക്കുണ്ടാകാൻ പാടില്ല. അതുപോലെ നേതാക്കളുടെ ശമ്പളവും അവർ പറ്റുന്ന സൗജന്യങ്ങളും എല്ലാം പരസ്യപ്പെടുത്തണം. സാധനങ്ങൾക്ക് ക്ഷാമമുണ്ടായാൽ അത് എല്ലാവരും ഒരുപോലെ അനുഭവിക്കണം. അല്ലാതെ ചിലർ പട്ടിണിയിലും ചിലർ ധാരാളിത്തത്തിലും കഴിയുന്ന അവസ്ഥയുണ്ടാവരുത്. യെൽസിൻ്റെ ഈ അവസാന പരാമർശം സദസ്സിലെ ചില കോണുകളിൽ നിന്ന് കയ്യടികൾ ഉൽപ്പാദിപ്പിച്ചു. തുടർന്ന് യെൽസിൻ തൻ്റെ രാഷ്ട്രീയ പുനരധിവാസത്തിന് അവസരം അഭ്യർത്ഥിച്ചപ്പോൾ സദസ്സിലെ ഗോർബച്ചേവ് അനുയായികളിൽ നിന്ന് കൂവലുകൾ ഉയർന്നു. ഈ ഘട്ടത്തിൽ പ്രസംഗം തുടരുക ബോറിസ് എന്ന് ഗോർബച്ചേവ് ഇടപെട്ടു. യെൽസിൻ പ്രശ്നം നമ്മൾ രഹസ്യമാക്കി വെക്കുന്നത് അവസാനിപ്പിക്കാൻ നേരമായി എന്നും ഗോർബച്ചേവ് അപ്പോൾ സദസ്സിനോട് പറഞ്ഞു. വിമർശനങ്ങൾ തെറ്റായ സമയത്തായിപ്പോയി എന്നതാണ് തനിക്ക് സംഭവിച്ച ഒരേയൊരു പിഴവ് എന്ന് യെൽസിൻ കൂട്ടിച്ചേർത്തു. പക്ഷേ പാർട്ടി അതിൻ്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലെങ്കിലും ലെനിൻ ചെയ്തതുപോലെ എതിർസ്വരങ്ങളെ കൂടി അംഗീകരിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ പ്രസംഗം ഉപസംഹരിച്ചപ്പോൾ സമ്മേളന ഹാൾ കയ്യടികൾ കൊണ്ടും കൂക്കിവിളികൾ കൊണ്ടും മുഖരിതമായി. പോഡിയം വിട്ടിറങ്ങിയ യെൽസിനെ കാത്ത് പുറത്ത് TV ക്യാമറകളുടെ ഒരു പട
തന്നെയുണ്ടായിരുന്നു. സമ്മേളന ഹാളിൽ നിന്ന് ഡെലിഗേറ്റുകൾക്കിടയിലൂടെ യെൽസിൻ പുറത്തേക്ക് നടക്കുമ്പോൾ പിന്നീട് ഏറെ പശ്ചാത്തപിച്ചു പോയൊരു വാചകം യെഗോർ ലിഗാച്ചേവിൽ നിന്ന് പുറപ്പെടുന്നു: ബോറിസ്, നിങ്ങൾക്ക് പിഴച്ചു. യെൽസിൻ അപ്പോൾ അതിന് മറുപടി പറയാൻ മെനക്കെട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ മോസ്കോയിലെ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ഉടുപ്പുകളിൽ യെഗോർ നിങ്ങൾക്ക് പിഴച്ചു എന്നെഴുതിയ ലേപ്പൽ ബട്ടണുകൾ ധരിച്ചു തുടങ്ങി. പുതിയൊരു യെൽസിന്റെ ഉദയമായിരുന്നു അത്. ഈ സമ്മേളനത്തിന്റെ സമാപന പ്രസംഗത്തിൽ വെച്ച് മിഖായിൽ ഗോർബച്ചേവ് തന്റെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു നയപരിഷ്കാരം പ്രഖ്യാപിച്ചിരുന്നു. 2250 അംഗങ്ങളുള്ള ഒരു കോൺഗ്രസ് ഓഫ് പീപ്പിൾസ് ഡെപ്യൂട്ടീസ് ഉണ്ടാക്കും. അതിന്റെ 2/3 ഭാഗം ജനങ്ങളിൽ നിന്ന് നേരിട്ട് തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തും. ബാക്കി 1/3 മാത്രമേ പാർട്ടി നോമിനേറ്റ് ചെയ്യൂ. നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടി നേതൃത്വത്തിന്റെ റബ്ബർ സ്റ്റാമ്പായിരുന്ന, വർഷത്തിൽ വെറും 8 ദിവസം മാത്രം കൂടിയിരുന്ന, ഒരൊറ്റ വിമതസ്വരത്തിന് പോലും ഇടമില്ലാതിരുന്ന റഷ്യൻ പാർലമെന്റിന് പകരമായിരിക്കും ഈ പുതിയ പീപ്പിൾസ് കോൺഗ്രസ് ഓഫ് ഡെപ്യൂട്ടീസ്. ഗോർബച്ചേവിന്റെ ഈ പ്രഖ്യാപനം റഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ള നയപരിഷ്കാരങ്ങളിൽ ഒന്നായിരുന്നു. ഈ പ്രഖ്യാപനമുണ്ടായി അധികം കഴിയാതെ കോൺഗ്രസിലേക്കുള്ള അംഗങ്ങൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കപ്പെട്ടു. 1989 മാർച്ച് 26 ആ ഇലക്ഷന് വട്ടമെത്തിയത്. അതിൽ മോസ്കോയിലെ ഡിസ്ട്രിക്ട് 1 നിന്ന് മത്സരിക്കാൻ യെൽസിൻ തീരുമാനിച്ചു. 60 ലക്ഷം വോട്ടുകൾ നേടി അദ്ദേഹം മിന്നും ജയം കൈവരിച്ചു. ഫലം വന്ന് 3 ദിവസം കഴിഞ്ഞിട്ടും യെൽസിനെ അനുമോദിക്കാൻ പക്ഷേ ഗോർബച്ചേവ് തയ്യാറായില്ല. യെൽസിന്റെ വിജയത്തെ പ്രാവതയും തമസ്കരിച്ചു. എന്നിരുന്നാലും തന്റെ രാഷ്ട്രീയ പുനർജന്മത്തിന് ഗോർബച്ചേവിന് യെൽസിൻ നന്ദി പറഞ്ഞു. പുതിയ സ്ഥാനലബ്ധിയോടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ യെൽസിൻ ലോക പര്യടനത്തിനിറങ്ങി. ആദ്യം വെച്ചുപിടിച്ചത് അമേരിക്കയിലേക്ക് തന്നെ. എന്നാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായ അവസ്ഥയിലായി അവിടെ ചെന്നുള്ള കാര്യങ്ങൾ. യെൽസിന്റെ അതിർവിട്ടുള്ള മദ്യപാനം ചില്ലറ പ്രശ്നങ്ങളൊന്നുമല്ല ഉണ്ടാക്കിയത്. ജോൺ ഹോപ്കിൻസ് സർവകലാശാലയിൽ പ്രഭാഷണത്തിന് പോയ യെൽസിൻ മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലാണ് വിമാനത്തിൽ നിന്നിറങ്ങിയത്. അടുത്ത ദിവസം പ്രസിഡന്റ് ജോർജ് ബുഷ് സീനിയറിനെ കാണാൻ അദ്ദേഹം സമയം ചോദിച്ചു. ബുഷ് അതോടെ വിഷമസ്ഥിതിയിലായി. തൻ്റെ ഏറ്റവും വലിയ ശത്രുവിന് വൈറ്റ് ഹൗസിൽ സ്വീകരണം നൽകിയെന്നറിഞ്ഞാൽ ഗോർബച്ചേവ് പിണങ്ങുമെന്ന് ബുഷിന് അറിയാം. മുതിർന്ന ചില ഉദ്യോഗസ്ഥരെ പറഞ്ഞയച്ച് യെൽസിനെ തൃപ്തിപ്പെടുത്തി മടക്കാനുള്ള നീക്കം പാളുന്നു. ബുഷിനെ കണ്ടേ പറ്റൂ എന്ന് യെൽസിൻ വാശി പിടിക്കുന്നു. ഒടുവിൽ ബുഷിന് വഴങ്ങേണ്ടി വന്നു. യെൽസിന് രാഷ്ട്രീയ ഭാവി ഇല്ല എന്ന് സന്ദർശന ശേഷം വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പത്രക്കാരോട് പറഞ്ഞു. യെൽസിൻ അവിടെ ഉണ്ടാക്കിയ പുകിലുകളുടെ സൂചനകൾ ചോർന്നു കിട്ടിയ വാഷിംഗ്ടൺ പോസ്റ്റ് യെൽസിൻ സ്പാഷിംഗ് ഡേ എന്ന തലക്കെട്ടിൽ വർണ്ണശബളമായൊരു സ്റ്റോറി കാച്ചി. ഇറ്റാലിയൻ പത്രപ്രവർത്തകൻ വിറ്റോറിയോ സുക്കോണി ഈ ലേഖനം പൊക്കി തൻ്റെ മനോധർമ്മം കൂടി ചേർത്ത് ഇറ്റാലിയൻ ടാബ്ലോയിഡായ ലാ റിപ്പബ്ലിക്കയിൽ പുനഃപ്രസിദ്ധീകരിച്ചു. 5000 കിലോമീറ്റർ നീളമുള്ളൊരു ബാറായിരുന്നു യെൽസിൻ അമേരിക്ക എന്നും ദിവസവും 6 ബോട്ടിൽ മദ്യവും എണ്ണമറ്റ കോക്ടെയിലുകളും അകത്താക്കിയ ശേഷം പുറത്തേക്കിറങ്ങുന്ന യെൽസിൻ അമേരിക്കയിൽ ഒരു ഷോപ്പിംഗ് സ്പ്രീ തന്നെ നടത്തിയെന്നും സുക്കോണി തട്ടിവിടുന്നുണ്ട്. ഈ ലാ റിപ്പബ്ലിക്ക ലേഖനം ശ്രദ്ധയിൽപ്പെട്ട ഗോർബച്ചേവ് അത് മൊഴിമാറ്റി പ്രസിദ്ധീകരിക്കാൻ പ്രാവത എഡിറ്ററെ നിർബന്ധിക്കുന്നു. എല്ലാ സൂക്ഷ്മവിവരണങ്ങളോടും കൂടി സെപ്റ്റംബർ 18 പുറത്തിറങ്ങിയ പാർട്ടി മുഖപത്രത്തിൽ അത് അച്ചടിച്ചു വന്നു. ജനനായകനെ അപകീർത്തിപ്പെടുത്താനുള്ള ഗോർബച്ചേവിന്റെ നീക്കം പക്ഷേ തിരിച്ചടിക്കുന്നു. പ്രവതയുടെ കോപ്പികൾ റെഡ് സ്ക്വയറിലിട്ട് നാട്ടുകാർ കത്തിച്ചു. 3 ദിവസത്തിന് ശേഷം നടത്തിയ ഫാക്ട് ചെക്കിങ്ങിൽ സുക്കോണിയുടെ ലേഖനം വസ്തുതാപരമല്ലെന്ന് പ്രവതയിലെ സബ് എഡിറ്റർമാർ തന്നെ കണ്ടെത്തി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി പത്രം തങ്ങൾ പ്രസിദ്ധീകരിച്ച സ്റ്റോറിയുടെ പേരിൽ ജനങ്ങളോട് മാപ്പ് പറഞ്ഞു. ഗോർബച്ചേവിന്റെ ജനപിന്തുണ പതുക്കെ പതുക്കെ ഇടിഞ്ഞു തുടങ്ങിയായിരുന്നു. ജോർജിയൻ തലസ്ഥാനമായ തബിലിസിയിൽ നടന്ന സമാധാനപരമായിട്ടുള്ള ഒരു ദേശീയ പ്രകടനത്തിന് നേരെയുണ്ടായ സൈനിക നടപടിയിൽ 20 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. തൻ്റെ അറിവോ സമ്മതമോ കൂടാതെ പ്രാദേശിക ഭരണകൂടമാണ് അന്ന് ഈ നടപടിക്ക് ഉത്തരവിട്ടത് എന്ന ഗോർബച്ചേവിന്റെ വാദം ആരും മുഖവിലക്കെടുത്തില്ല. 1990 മെയ് 1 മെയ്ദിന പരേഡ് റെഡ് സ്ക്വയറിൽ പുരോഗമിക്കുന്നു. അച്ചടക്കത്തോടെ നടക്കുന്ന ജാഥകൾക്കിടയിൽ പെട്ടെന്ന് ഒരനക്കം. ആകെ ബഹളമയം. ഗോർബച്ചേവ് രാജിവെക്കുക എന്ന ബാനറുകളുമായി ഒരു സംഘം പ്രതിഷേധ മുദ്രാവാക്യം വിളികളോടെ രംഗത്തെത്തുന്നു. അത്രയും നാളത്തെ സോവിയറ്റ് വാഴ്ചയിൽ സ്വപ്നം കാണാൻ പോലും ആർക്കും ധൈര്യപ്പെടാത്ത രംഗങ്ങളാണ് അന്നേ ദിവസം റെഡ് സ്ക്വയറിൽ അരങ്ങേറുന്നത്. ലിത്വാനിയൻ ഉക്രൈനിയൻ പതാകകളുമായി എത്തിയ ഒരു സംഘം ഗോർബച്ചേവിന്റെ വേദിക്ക് മുന്നിൽ ചെന്നു നിന്ന് ചൂളമടിക്കാനും കൂവാനും തുടങ്ങി. ദേശീയ ചാനലിലൂടെ രാജ്യമെങ്ങും കാണുകയാണ് ഈ ദൃശ്യങ്ങൾ എന്നോർക്കണം. എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ നേരിട്ട് പരിചയമില്ലാത്ത ചാനൽ ജീവനക്കാർ പകച്ചുപോയി. ആ തത്സമയ സംപ്രേഷണം പിന്നെയും ഏറെ നേരം നീണ്ടുനിന്നു. ഒടുവിൽ ചാനൽ ഡയറക്ടർ ബഹളം വെച്ചുകൊണ്ട് ഓഫീസിലേക്ക് ഓടി വന്നാണ് ആ സംപ്രേഷണം നിർത്തിവെപ്പിക്കുന്നത്. വേദിയിൽ തളർന്നിരുന്നു പോയ ഗോർബച്ചേവ് മിനിറ്റുകൾക്ക് ശേഷം PB അംഗങ്ങളുമായി മടങ്ങിപ്പോയി. രാഷ്ട്രീയ തെമ്മാടികൾക്കെതിരെ ഉടനടി അന്വേഷണം പ്രഖ്യാപിച്ചു. അധികാരം പാർട്ടിയുടെ കൈകളിൽ നിന്ന് വഴുതി മാറുന്നതിൻ്റെ ആദ്യ സൂചനകളായിരുന്നു ഇത്. അതേസമയം റഷ്യൻ ദേശീയതാവാദവുമായി യെൽസിൻ മുന്നോട്ട് തന്നെയായിരുന്നു. 1990 മെയ് 17 വിപ്ലവത്തിന് ശേഷം ഇത് ആദ്യമായി സ്വതന്ത്ര തെരഞ്ഞെടുപ്പിലൂടെ ഭരണത്തിലെത്തിയ റഷ്യൻ കോൺഗ്രസ് ക്രെംലിൻ കൊട്ടാരത്തിൽ യോഗം ചേരുന്നു. അവിടെ റഷ്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തപ്പെടുന്നു. 1896 റഷ്യയുടെ ദേശീയ പതാകയായി അംഗീകരിക്കപ്പെട്ടിരുന്ന ബെസിക് ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം വിസ്മൃതിയിലേക്ക് മറഞ്ഞിരുന്നു. 2 വർഷം മുമ്പായിരുന്നെങ്കിൽ ഈ പതാക ഉയർത്തുന്നവർ ഉടനടി അകത്താകുമായിരുന്നു.
ഈ സമ്മേളനത്തിൽ പ്രസിഡിയം ചെയർമാൻ സ്ഥാനത്തേക്ക്, തത്വത്തിൽ റഷ്യൻ പ്രസിഡന്റ് പദവിയിലേക്ക് യെൽസിൻ തന്റെ പേര് തന്നെ മുന്നോട്ട് വെച്ചു. അലക്സാണ്ടർ വാസോവിനാണ് ഗോർബച്ചേവിന്റെ പിന്തുണ. റഷ്യൻ കോൺഗ്രസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടയാൾ അല്ലാതിരുന്നിട്ടും സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ്, പാർട്ടി ജനറൽ സെക്രട്ടറി തുടങ്ങിയ അധികാരങ്ങൾ ഉപയോഗിച്ച് ഗോർബച്ചേവ് വന്ന് റഷ്യൻ ചേംബറിൽ എത്തുന്നുണ്ട്. യെൽസിനെ പിന്തുണയ്ക്കാനിരിക്കുന്നവരെ തന്റെ സാന്നിധ്യം കൊണ്ട് ഭയപ്പെടുത്തുകയായിരുന്നു അതിന്റെ ലക്ഷ്യം. കോൺഗ്രസിൽ 40% യെൽസിന് അനുകൂലമായും 40% എതിരായും വോട്ട് ചെയ്തു. യെൽസിൻ പ്രേമത്തിനും ഗോർബച്ചേവിനുള്ള ഭയത്തിനുമിടയിൽ 20% പേർ നിഷ്പക്ഷരായി. പിന്നീട് നടന്ന രഹസ്യ ബാലറ്റിൽ 539 വോട്ട് നേടി യെൽസിൻ വിജയിച്ചു. വേണ്ടതിലും 4 ഇരട്ടിയിലധികം വോട്ട്. താൻ നാമനിർദ്ദേശം ചെയ്ത ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി തോറ്റു എന്ന വാർത്ത ചരിത്രത്തിൽ ആദ്യമായി ഗോർബച്ചേവിനെ തേടിയെത്തി. ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒട്ടാവയിലേക്ക് വിമാനത്തിൽ പോകവേ അറ്റ്ലാന്റിക്കിന് മുകളിൽ വെച്ചാണ് ഗോർബച്ചേവിന് ഈ തിരിച്ചടിയുടെ വാർത്ത ലഭിക്കുന്നത്. യഥാർത്ഥ പോരാളിയാണ് എന്ന് താങ്കൾ തെളിയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അനുമോദന സന്ദേശം യെൽസിൻ അയക്കാൻ ഗോർബച്ചേവിന്റെ ടീം തയ്യാറാക്കി. കരട് വായിച്ച ഗോർബച്ചേവ് അത് തള്ളി. ഒരാഴ്ചത്തേക്ക് യെൽസിനെ അനുമോദിക്കാൻ അദ്ദേഹം തയ്യാറായതേയില്ല. കാര്യം അമേരിക്കയേക്കാൾ ഇരട്ടി വലിപ്പമുള്ള രാജ്യമാണ് എങ്കിലും റഷ്യൻ പ്രസിഡന്റിന് അങ്ങനെ പറയത്തക്ക അധികാരങ്ങളൊന്നും അന്നില്ല. നികുതി പിരിക്കാനാവില്ല, സൈന്യമില്ല, ദേശീയ ചാനലിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാനുമാവില്ല. എല്ലാം നിയന്ത്രിക്കുന്നത് ഇപ്പോഴും സോവിയറ്റ് യൂണിയനും ഗോർബച്ചേവും തന്നെ. 1990 ജൂൺ 12 റഷ്യൻ പാർലമെന്റ് രാജ്യത്തിന്റെ സ്വയം നിയന്ത്രണ അവകാശം പ്രഖ്യാപിച്ചു. ആ ദിനം റഷ്യൻ ദിനമായി പിൽക്കാലത്ത് കൊണ്ടാടപ്പെടുന്നു. ആ ഒരു ദിവസത്തോടെ സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ മണിക്കൂർ തുടങ്ങിയെന്ന് യെൽസിൻ പിന്നീട് പറഞ്ഞു. റഷ്യയുടെ പാത പിന്തുടർന്ന് സോവിയറ്റ് യൂണിയനിലെ മറ്റു റിപ്പബ്ലിക്കുകളും അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അതോടെ സോവിയറ്റ് സാമ്രാജ്യം കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞു തുടങ്ങി. 1990 ജൂലൈ 2 28ാം പാർട്ടി കോൺഗ്രസിന്റെ വേദി. ഗോർബച്ചേവിന്റെ സുദീർഘമായിട്ടുള്ള ബോറൻ പ്രസംഗം കേട്ട് കോട്ടുവായിട്ടിരുന്ന പ്രതിനിധികൾക്ക് മുന്നിലേക്ക് ഇതാ വീണ്ടും യെൽസിൻ എത്തി. സോവിയറ്റ് പാർട്ടിയിൽ നിന്ന് അധികാരം ചോർന്നു പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്ന യെൽസിൻ തന്റെ അടുത്ത നാടകീയ നീക്കത്തിന് തക്കം പാർത്ത് കഴിയുകയായിരുന്നു. പോഡിയത്തിലേക്ക് എത്തുന്ന അദ്ദേഹം പാർട്ടിക്കല്ല, ജനങ്ങളുടെ ഇച്ഛയ്ക്ക് മാത്രമേ താൻ വഴങ്ങുമെന്ന് ഗോർബച്ചേവിന്റെ മുഖത്ത് നോക്കി പറയുന്നു. അതുകൊണ്ട് തന്റെ പാർട്ടി അംഗത്വം താൻ സ്വയം റദ്ദാക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്ന യെൽസിൻ ചുവന്ന നിറത്തിലുള്ള തന്റെ കാർഡ്ബോർഡ് അംഗത്വ കാർഡെടുത്ത് ഗോർബച്ചേവിന് മുന്നിൽ കമഴ്ത്തി വെച്ച് ഒരു ഷോ കൂടി അവിടെ നടത്തിയ ശേഷമാണ് വേദി വിട്ടു പോകുന്നത്. ഗോർബച്ചേവിന് മാരകമായൊരു പ്രഹരമാണ് താൻ ഈ ഏൽപ്പിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യെൽസിൻ അങ്ങനെയൊരു സാഹസിക നീക്കത്തിന് അന്ന് മുതിരുന്നത്. യെൽസിന്റെ വഴിയെ പിന്നീട് നിരവധി പേർ അതുപോലെ തന്നെ പാർട്ടി വിട്ടിറങ്ങി. ചരിത്രത്തിന്റെ വിദൂര ഇടിമുഴക്കം തന്റെ സ്വാഭാവികമായിട്ടുള്ള ആന്തരിക ചോദന കൊണ്ട് യെൽസിൻ മാത്രം തിരിച്ചറിയുകയായിരുന്നുവെന്ന് അന്ന് ഗോർബച്ചേവിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവായിരുന്ന അനറ്റലി ചെർണയേവ് പിന്നീട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മുട്ടപ്പം മണ്ണെണ്ണയിൽ നാം നിൽക്കുമ്പോൾ ചിലർ തീപ്പെട്ടി ഉരച്ച് കളിക്കുകയായിരുന്നു എന്നായിരുന്നു ഗോർബച്ചേവിന്റെ ഇതിനോടുള്ള പ്രതികരണം. അടുത്തൊരു വർഷക്കാലത്തേക്ക് ഗോർബച്ചേവിന്റെ സോവിയറ്റ് ഗവൺമെന്റും യെൽസിന്റെ റഷ്യൻ റിപ്പബ്ലിക്കും തമ്മിലുള്ള ഭിന്നതകൾ വർദ്ധിച്ചു വന്നു. പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട്. തൻ്റെ ഭരണത്തിന് കീഴിൽ പുലരുന്ന റഷ്യൻ റിപ്പബ്ലിക്കിൽ സോവിയറ്റ് നിയമങ്ങൾക്ക് മീതെ പുതിയ പ്രാദേശിക നിയമങ്ങൾ കൊണ്ടുവന്ന് യെൽസിൻ ഗോർബച്ചേവിനെ തുടർച്ചയായി വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. USSRൽ നിന്ന് വേറിട്ട് പോകാൻ വേണ്ടി വെമ്പി നിന്ന റിപ്പബ്ലിക്കുകളെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള ഗോർബച്ചേവിന്റെ തത്രപ്പാടിനിടയ്ക്ക് സോവിയറ്റ് യൂണിയന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞു. രാജ്യത്ത് നാണയപ്പെരുപ്പവും വിലക്കയറ്റവും ഭക്ഷ്യക്ഷാമവും രൂക്ഷമായി. തൊഴിലില്ലായ്മ യുവാക്കളെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങാൻ നിർബന്ധിതരാക്കി. 1991 ജൂണിൽ യെൽസിൻ ഡയറക്റ്റ് പോപ്പുലർ വോട്ടിലൂടെ റഷ്യൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അയാളുടെ ജനകീയ അടിത്തറ ഒന്നുകൂടി സുദൃഢമായി. താൻ അന്നുവരെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന പഴഞ്ചൻ സെൻട്രലൈസ്ഡ് ഭരണവ്യവസ്ഥ കാലഹരണപ്പെട്ടു എന്ന തിരിച്ചറിവുണ്ടാവുന്ന ഗോർബച്ചേവ് ആ വേനൽക്കാലത്ത് ന്യൂ യൂണിയൻ ട്രീറ്റി എന്ന പേരിൽ USSRൽ നിന്ന് അധികാരം സ്വതന്ത്ര റിപ്പബ്ലിക്കുകൾക്ക് കൈമാറിക്കൊണ്ടുള്ള പുതിയ ഉടമ്പടി ഡ്രാഫ്റ്റ് ചെയ്തു. 1991 ഓഗസ്റ്റ് 20 നടപ്പിലാക്കാനിരുന്ന ആ ഉടമ്പടി രാജ്യത്തെ KGB സൈനിക നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അക്ഷന്തവ്യമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു. അങ്ങനെ ഒന്നിനു വേണ്ടി വെള്ളം കോരിയ ഗോർബച്ചേവിനെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് തെറിപ്പിക്കാൻ വേണ്ടി അവർ കോപ്പുകൂട്ടി. 1991 ഓഗസ്റ്റ് 17 KGB മേധാവി വ്ളാദിമിർ ക്രുച്ച്കോവിന്റെ നേതൃത്വത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ ഒരു രഹസ്യ യോഗം കൂടി. നമ്മൾ നടപടിയെടുക്കേണ്ട സമയമായി എന്ന് ക്രുച്ച്കോവ് ആ യോഗത്തിൽ പറഞ്ഞു. ഒരു പ്രതിനിധി സംഘത്തെ ഗോർബച്ചേവിന്റെ അടുക്കിലേക്ക് അയച്ച് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടാൻ തീരുമാനമായി. വിസമ്മതിച്ചാൽ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടാനും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ഒരു ഉന്നതതല സമിതിക്ക് രൂപം നൽകാനും ആ യോഗത്തിൽ തീരുമാനമായി. ഒരു ജനകീയ പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാമെന്ന് അവർ പ്രതീക്ഷിച്ചു. മണിക്കൂറുകൾ കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ പാർപ്പിക്കാൻ പോന്ന ജയിലുകൾ ഒരുങ്ങി. 2.5 ലക്ഷം കൈവിലങ്ങുകൾ അടിയന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ സൈനിക ഫാക്ടറിക്ക് ഓർഡറും നൽകപ്പെട്ടു. 1991 ഓഗസ്റ്റ് 18 കരിങ്കടൽ തീരത്തുള്ള വേനൽക്കാല വസതിയിലേക്ക് ഒരൽപ്പം മനസമാധാനം തേടി കുടുംബസമേതം പോയതായിരുന്നു ഗോർബച്ചേവ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിരന്തരം അലട്ടിക്കൊണ്ടിരുന്ന മോസ്കോ പട്ടണം അവിടെ നിന്ന് ഏകദേശം 2000 കിലോമീറ്റർ അകലെയാണ്.
എല്ലാ ദിവസവും രാവിലെ ഉറക്കമിടുന്ന പാടെ ഗോർബച്ചേവ് ഭാര്യ റൈസയോടൊപ്പം പ്രഭാത സവാരിക്ക് പോകും. മടങ്ങി വന്നാൽ പിന്നെ നേരെ ഇരുട്ടും വരെ സുപ്രധാനമായ പല സംഗതികളിന്മേലുള്ള എഴുത്തുകുത്തും വായനയുമാണ് അദ്ദേഹത്തിന്. അന്നേ ദിവസം വൈകിട്ട് 5 മണിയോടെ അദ്ദേഹത്തിന്റെ പ്രധാന അംഗരക്ഷകൻ കിടപ്പറയുടെ വാതിൽക്കൽ വന്ന് മുട്ടി വിളിച്ചു. ഒന്ന് കാണാൻ വേണ്ടി പുറത്ത് KGB തലവൻ യൂറി പ്ലഖനോവ് അടക്കമുള്ള ഒരു പറ്റം ഗവൺമെന്റ് ഒഫീഷ്യലുകൾ എത്തിയിട്ടുണ്ട് എന്ന് ഗാർഡ് ഗോർബച്ചേവിനെ അറിയിച്ചു. അവധിയിൽ സ്വൈര്യമായിട്ട് കഴിഞ്ഞുകൂടുന്നതിനിടയ്ക്ക് സർക്കാർ കാര്യം പറയാൻ ഇങ്ങനെ അതിഥികൾ വന്നെത്തിയത് ഗോർബച്ചേവിന് അനിഷ്ടമുണ്ടാക്കിയെങ്കിലും അദ്ദേഹം അത് മുഖത്ത് കാണിച്ചില്ല. എന്തിനാണിപ്പോൾ ഇങ്ങനൊരു വരവെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം മോസ്കോയ്ക്ക് വിളിക്കാൻ ലാൻഡ് ഫോൺ കയ്യിലെടുത്തു. പക്ഷേ ഫോണിൽ ഡയൽ ടോൺ കിട്ടുന്നില്ല. കിടപ്പറയിലെ ഫോൺ മാത്രമല്ല, ആ ഡാച്ചയിലെ 5 ടെലിഫോൺ ലൈനുകളും അപ്പോൾ പ്രവർത്തനരഹിതമാണ്. പുറത്ത് KGB തലവൻ മുന്നറിയിപ്പ് കൂടാതെ വന്ന് കാണാൻ കാത്തിരിക്കുന്നു. വീട്ടിലെ ടെലിഫോൺ ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കാര്യമായ എന്തോ പ്രതിസന്ധി സാഹചര്യം ഉടലെടുത്തു കഴിഞ്ഞു എന്ന് ഗോർബച്ചേവിന് മനസ്സിലായി. തൻ്റെ തോന്നൽ അദ്ദേഹം ഭാര്യയോടും മക്കളോടും പങ്കുവച്ചു. ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ പ്ലഖനോവിന് ഗോർബച്ചേവിനെ കാണാൻ അവസരം കിട്ടുന്നു. അയാൾ താൻ വന്ന കാര്യം ഗോർബച്ചേവിനെ അറിയിക്കുന്നു. സോവിയറ്റ് യൂണിയൻ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് എമർജൻസി കമ്മിറ്റി കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് വൈസ് പ്രസിഡന്റ് ഗെന്നഡി യാനയാവിന് അധികാരങ്ങൾ കൈമാറണം. കഴിഞ്ഞ 70 വർഷമായി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൃത്യമായ നിയന്ത്രണത്തിൽ പുലരുന്ന സോവിയറ്റ് യൂണിയന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത ശേഷം മിഖായിൽ ഗോർബച്ചേവ് നടപ്പിലാക്കിയ നയപരിഷ്കാരങ്ങളോട് പാർട്ടിക്കുണ്ടായ അതൃപ്തിയാണ് ഈ നടപടിക്ക് പിന്നിൽ. അങ്ങനെയൊരു ഭരണമാറ്റത്തിന് ആവശ്യമായ രേഖകളെല്ലാം തന്നെ പ്രസിഡന്റിന്റെ ഒപ്പിനു വേണ്ടി പ്ലഖനോവ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ തന്റെ നയപരിപാടികളുടെ കാര്യസ്ഥിതിയിൽ ഗോർബച്ചേവിന് അപ്പോഴും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം KGB ചീഫിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറായതുമില്ല. അങ്ങനെ ഒരു അധികാര കൈമാറ്റത്തിന് ഗോർബച്ചേവ് വഴങ്ങിയില്ല. വെറും കൈയോടെ വന്ന വഴി മടങ്ങേണ്ടി വന്നു പ്ലഖനോവിന്. തലസ്ഥാനത്തു നിന്ന് ക്ഷണിക്കപ്പെടാതെ വന്നെത്തിയ അതിഥികൾ മടങ്ങിപ്പോയിട്ടും ഗോർബച്ചേവിന്റെ തലവരയുടെ കാര്യത്തിലെ സന്നിഗ്ധാവസ്ഥയ്ക്ക് മാറ്റമുണ്ടായില്ല. 2 ഡസൻ KGB കമാൻഡോകൾ ആ ഡാച്ചയ്ക്ക് പുറത്ത് കാവൽ നിൽപ്പ് തുടങ്ങിയതോടെ ഗോർബച്ചേവ് വന്നുവിട്ട് സ്വന്തം വീട്ടിൽ തടവിലായി. അവിടെ നിന്ന് അധികം അകലെയല്ലാതെ കരിങ്കടലിൽ സോവിയറ്റ് പടക്കപ്പലുകൾ അപ്പോൾ റോന്തു ചുറ്റുന്നുണ്ടായിരുന്നു. ടെലിഫോൺ കേബിളുകൾക്കൊപ്പം ഡാച്ചയിലെ ടെലിവിഷൻ കണക്ഷനും വിച്ഛേദിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് പുറം ലോകത്തു നിന്ന് വാർത്തകൾ അറിയാൻ ഗോർബച്ചേവിന് ആകെ ഉണ്ടായിരുന്ന ഒരേയൊരു മാർഗം ഭാര്യ റൈസയുടെ പക്കലുണ്ടായിരുന്ന ഒരു കുഞ്ഞു പോർട്ടബിൾ റേഡിയോ മാത്രമായിരുന്നു. അങ്ങ് മോസ്കോയിലും അന്നേ ദിവസം സംഭവബഹുലമായിരുന്നു. സ്റ്റേറ്റ് എമർജൻസി കമ്മിറ്റി അധികാരം പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ്. അടുത്ത ദിവസം മോസ്കോയുടെ തെരുവുകളിലൂടെ സോവിയറ്റ് ടാങ്കുകൾ പരേഡ് ചെയ്തു. പൗരന്മാരുടെ സ്വൈരജീവിതത്തിന് ഭീഷണി ഉയർത്തുന്ന അരാജകത്വത്തിലേക്ക് സോവിയറ്റ് യൂണിയൻ കൂപ്പൂത്തിയ സാഹചര്യത്തിൽ രാജ്യം ഒരു അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള പ്രഖ്യാപനവും പിന്നാലെ വന്നു. പ്രസിഡന്റ് ഗോർബച്ചേവിന്റെ ആരോഗ്യസ്ഥിതി വഷളായതുകൊണ്ട് വൈസ് പ്രസിഡന്റ് താൽക്കാലികമായിട്ട് ചുമതലകൾ ഏറ്റെടുക്കും എന്ന് സൈന്യം പ്രഖ്യാപിച്ചു. എന്നാൽ ഗോർബച്ചേവിനെ പൂട്ടാൻ ഇത്രയൊക്കെ ചെയ്ത സ്റ്റേറ്റ് എമർജൻസി കൗൺസിലിന് ചെറിയൊരു മണ്ടത്തരം പറ്റി. ഗോർബച്ചേവ് കഴിഞ്ഞാൽ രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും പ്രബലനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ബോറിസ് യെൽസിനെ അവർ അറസ്റ്റ് ചെയ്യാൻ മറന്നുപോകുന്നു. എമർജൻസി കമ്മിറ്റി പ്രസിഡന്റിനെ പുറത്താക്കി രാജ്യഭരണം ഏറ്റെടുക്കുന്ന ദിവസം വരെയും ഗോർബച്ചേവിന് യെൽസിനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെ. എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട നാൾ രണ്ടുപേരും ഒരേ പക്ഷത്തായിരുന്നു. ഭരണം നഷ്ടപ്പെട്ട നിമിഷം തൊട്ട് തന്നെ ഗോർബച്ചേവ് ഒരു രാഷ്ട്രീയ തടവുകാരനായിരുന്നു, യെൽസിൻ സ്വതന്ത്രനും എന്ന ഒരൊറ്റ വ്യത്യാസം മാത്രം. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന ദിവസം യെൽസിൻ മോസ്കോ നഗരത്തിലെ തന്റെ വീട്ടിൽ നല്ല ഉറക്കത്തിലായിരുന്നു. മകളാണ് വിവരങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചുണർത്തുന്നത്. രാജ്യത്തൊരു അട്ടിമറി നടന്നിരിക്കുന്നുവെന്നും പ്രസിഡന്റ് ഗോർബച്ചേവിനെ വിമതർ വീട്ടുതടങ്കലിലാക്കിയെന്നുമെല്ലാം മകൾ പറഞ്ഞിട്ടാണ് യെൽസിൻ അറിയുന്നത്. ഈ സംഗതികൾ അറിഞ്ഞപാടെ യെൽസിൻ പെട്ടെന്ന് തയ്യാറായി വേഷം മാറി ഷർട്ടിന് മുകളിലൂടെ ഒരു ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് കൂടി എടുത്ത് ധരിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. കാറിൽ കയറി സ്വയം ഡ്രൈവ് ചെയ്ത് ബോറിസ് നേരെ പോകുന്നത് റഷ്യൻ പാർലമെന്റായ വൈറ്റ് ഹൗസ് എന്നറിയപ്പെടുന്ന ഹൗസ് ഓഫ് ദ സോവിയറ്റ്സ് നിൽക്കുന്ന സിറ്റി സെന്ററിലേക്കാണ്. അട്ടിമറിക്ക് നേതൃത്വം കൊടുത്ത വിമതരെല്ലാവരും കൂടി ചെന്ന് അടിഞ്ഞിട്ടുള്ളതും അവിടെ തന്നെയാണ്. ഈ വൈറ്റ് ഹൗസിനെ ചുറ്റിയും എമർജൻസി കമ്മിറ്റിയുടെ ശക്തി പ്രകടനം എന്ന മട്ടിൽ പട്ടാള ടാങ്കുകളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. ടാങ്കും തോക്കുമൊന്നും കണ്ട് പരിഭ്രമിച്ച് പിന്മാറാൻ പക്ഷേ യെൽസിൻ തയ്യാറായില്ല. പാർലമെന്റിന് കാവൽ നിന്ന സൈനികർക്കിടയിലൂടെ അകത്ത് കടന്ന അദ്ദേഹം അവിടെ താവളമടിച്ചിരുന്ന വിമതരെ നേർക്കുനേർ ചെന്ന് കണ്ട് തന്റെ നിലപാട് അറിയിച്ചു. രാജ്യത്ത് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള അടിയന്തരാവസ്ഥ ശുദ്ധ പോഷ്കാണ്. എത്രയും പെട്ടെന്ന് തന്നെ പ്രസിഡന്റ് ഗോർബച്ചേവിനെ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിക്കണം, അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് പദവിയും തിരികെ നൽകണം എന്ന് അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ സ്ഥിരത തകർക്കുന്ന അട്ടിമറിക്കെതിരെ പോരാടാൻ തെരുവിലിറങ്ങി സമരം ചെയ്യാൻ യെൽസിൻ തന്റെ വോട്ടർമാരോട് ആവശ്യപ്പെട്ടു. പട്ടാളക്കാരുടെ ഒരു സംഘം യെൽസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പാർലമെന്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വഴി തടഞ്ഞുകൊണ്ട് ആയുധമേന്തിയവരും അല്ലാത്തവരുമായ ആയിരക്കണക്കിന് പൊതുജനങ്ങൾ നിലയുറപ്പിച്ചിരുന്നു. അവരുടെ മുന്നിലേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ടാങ്കിന്റെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് യെൽസിൻ ഒരു പ്രഖ്യാപനം നടത്തി. അട്ടിമറിക്കാർ ഭീകരവാദികളാണ്, അവരെ നിങ്ങൾ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. അപ്പുറത്ത് ജനപിന്തുണ അനുനിമിഷം ഇരട്ടിക്കുന്നത് കണ്ടപ്പോൾ അട്ടിമറിക്കാനെത്തിയ പട്ടാളം പിന്മടങ്ങുന്നു. പട്ടാളത്തിലെ തന്നെ നല്ലൊരു ഭാഗം ജനങ്ങൾക്കൊപ്പം ചേർന്ന് അട്ടിമറിക്കെതിരെ സമരം ചെയ്യാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. അതിനിടെ ഗോർബച്ചേവിനും മോചനമുണ്ടാകുന്നു.
അദ്ദേഹത്തെ മോസ്കോയിലേക്ക് വിമാനമാർഗം കൊണ്ടുപോയത് കൊണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടുവെങ്കിലും രാജ്യത്ത് ഉടലെടുത്ത അധികാര അസന്തുലിതാവസ്ഥ യൂണിയന് വലിയ തിരിച്ചടിയാകുന്നു. ഓഗസ്റ്റിലെ അട്ടിമറി ശ്രമത്തിൽ നിന്ന് അങ്ങനെ ഗോർബച്ചേവ് ഒരുവിധം രക്ഷപ്പെടുന്നുവെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് സോവിയറ്റ് യൂണിയൻ എന്ന പ്രബല രാഷ്ട്രത്തിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരുന്നു. രാജ്യത്തെ ജനങ്ങൾക്കിടയിലുണ്ടായ മുറിവുറുപ്പുകൾ അതിൻ്റെ പാരമ്യത്തിലെത്തുന്നതും രാജ്യം പലതായി പിളർന്നു പോകുന്നതും 1991 ഡിസംബർ 25-നാണ്. സുപ്രസിദ്ധ മാധ്യമപ്രവർത്തകനും ഐറിഷ് ടൈംസിൻ്റെ മോസ്കോ കറസ്പോണ്ടന്റുമായ കോണർ ഓക്ലറി എഴുതിയ മോസ്കോ ഡിസംബർ 25, 1991 ദ ലാസ്റ്റ് ഡേ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ എന്ന പുസ്തകത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്ന നാൾ എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആ അഭിശപ്ത ദിനത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ നമുക്ക് കാണാം. 11 ടൈം സോണുകളിലായി ഭൂഗോളത്തിൻ്റെ പകുതിയിലും വ്യാപിച്ചു കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് മഹാസാമ്രാജ്യത്തിൻ്റെ സർവ്വശക്തനായ പ്രസിഡന്റായിരുന്നു അന്ന് മിഖായിൽ ഗോർബച്ചേവ്. സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച 6 വർഷം 9 മാസക്കാലം അദ്ദേഹം പൊതുജനമധ്യത്തിൽ എവിടെയെങ്കിലുമൊക്കെ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് കൂടെ എപ്പോഴും വളരെ നിഗൂഢമായ പരിവേഷത്തോടു കൂടിയ 2 പേർ കൂടി ഉണ്ടാവാറുണ്ട്. പറ്റ വെട്ടിയ മുടി, മനുഷ്യപ്പറ്റ ഏശിയിട്ടില്ലാത്ത മുഖം. നടക്കുന്നത് സിവിൽ ഡ്രസ്സിലാണെങ്കിലും അവർ ശരിക്കും റഷ്യൻ സൈന്യത്തിലെ കേണൽ റാങ്കിലുള്ളവരാണ്. ചുറ്റിനും നടക്കുന്ന ഒരു കാര്യത്തിലും ഇടപെടാതെ ഇങ്ങനെ 2 പേർ പ്രസിഡന്റിനെ നിഴൽ പോലെ അനുഗമിക്കുന്നത് പലപ്പോഴും അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തുന്നവരോ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർ പോലുമോ ശ്രദ്ധിക്കാറില്ല. ഓഫീസ് റൂമിൽ ഗോർബച്ചേവ് തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ മുറിയിൽ ഇവർ വിശ്രമിക്കുന്നുണ്ടാവും. ക്രെംലിനിലേക്കോ അല്ലാതെയുള്ള ആഭ്യന്തര യാത്രകളിൽ പ്രസിഡന്റിൻ്റെ സിൽ ലിമോസിന് തൊട്ടു പിന്നാലെ ഒരു വോൾഗ സലൂൺ കാറിൽ ഇവരുണ്ടാകും. വിദേശ യാത്രകളിൽ വിമാനത്തിൽ അദ്ദേഹത്തിന് തൊട്ടു പിന്നിലെ 2 സീറ്റ് എപ്പോഴും ഇവർക്കുള്ളതാണ്. സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റ് ഇനി ലോകത്ത് എവിടെ താമസിച്ചാലും അവിടെ ഈ 2 പേർക്കും തൊട്ടപ്പുറത്തായിട്ടൊരു മുറി ഉറപ്പായിട്ടും ഉണ്ടാവും. ഇങ്ങനെ 2 പേരെ സദാസമയം പ്രസിഡന്റ് ഗോർബച്ചേവ് കൂടെ കൊണ്ടുപോകുന്നതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ചെമോഡാൻചിക് എന്ന് റഷ്യക്കാർ വിളിക്കുന്ന 1.5 കിലോ ഭാരമുള്ള സ്വർണ്ണപ്പൂട്ടിട്ട് പൂട്ടിയ ഒരു കറുത്ത സാംസോണിക് സൂട്ട് കേസിന്റെ രക്ഷാധികാരികളാണിവർ. ഈ സൂട്ട് കേസിനുള്ളിലാണ് സോവിയറ്റ് സാമ്രാജ്യത്തിന്റെ ശക്തി പ്രതീകമായ ഭൂഖണ്ഡാന്തര ആണവ മിസൈലുകൾ തൊടുത്തുവിടാനുള്ള ന്യൂക്ലിയർ ബട്ടൺ സജ്ജീകരിച്ചു വെച്ചിട്ടുള്ളത്. ലോകത്തിന്റെ തലവര മാറ്റിവരയ്ക്കാൻ ശേഷിയുള്ള ഈ ബട്ടണിൽ വിരലൊന്ന് അമർത്തിയാൽ മോസ്കോയിലെയും പ്രാന്തങ്ങളിലെയും ഭൗമാന്തര കേന്ദ്രങ്ങളിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങൾക്ക് കീഴിലുള്ള ദീർഘദൂര ആണവ മിസൈലുകൾ അമേരിക്കൻ നഗരങ്ങളെ ലക്ഷ്യമാക്കി പുറപ്പെടും. ലോകാവസാനത്തിൻ്റെ നാന്ദിയായിരിക്കും ഒരുപക്ഷെ അത്. ഇങ്ങനെയുള്ള 3 ന്യൂക്ലിയർ ബട്ടണുകളാണ് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നത്. സംഹാരശേഷിയുള്ള ഒരു സർവ്വശക്തൻ എന്ന നിലയിൽ നിന്ന് മിഖായിൽ ഗോർബച്ചേവും ലോകത്തിലേക്കും വെച്ച് ഏറ്റവും പ്രബലമായ രാഷ്ട്രം എന്നതിൽ നിന്ന് സോവിയറ്റ് യൂണിയനും മാറാൻ ഒരൊറ്റ ദിവസമേ വേണ്ടി വന്നുള്ളൂ. ഏറെ നിർണായകമായ ആ ചരിത്ര ദിവസമായിരുന്നു 1991 ഡിസംബർ 25. അന്നേ ദിവസം ലോകം കണ്ണിമചുമാതെ നോക്കി നിൽക്കെ ടെലിവിഷൻ ക്യാമറകൾക്ക് മുന്നിൽ വന്നു നിന്ന് ഗോർബച്ചേവ് തൻ്റെ രാജി പ്രഖ്യാപിക്കും. ഒരൊറ്റ ദിവസം കൊണ്ട് സോവിയറ്റ് യൂണിയൻ എന്ന കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യം പല പല കഷ്ണങ്ങളായി ചിതറിത്തെറിക്കും. ആ ക്രിസ്മസ് ദിവസത്തിൽ മോസ്കോയ്ക്ക് മേൽ നിർത്താതെ മഞ്ഞു പെയ്യുകയാണ്. 0 താഴെയാണ് താപനില. ചരിത്രം കീഴ്മേൽ മറിയാൻ പോകുന്ന ദിനത്തിൽ മോസ്കോ നിവാസികൾ പതിവിലും നേരത്തെ നിരത്തിലേക്ക് ഇറങ്ങി. ഈ പകൽ തങ്ങൾക്ക് വേണ്ടി എന്താണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്ന ആശങ്ക എല്ലാവരുടെയും മുഖത്തുണ്ട്. നാട്ടുകാരുടെ സന്ദേഹമൊന്നും പക്ഷേ പ്രാവതയ്ക്കില്ല. സോവിയറ്റ് യൂണിയനിൽ വീശിയടിക്കുന്ന കൊടുങ്കാറ്റൊന്നും പൊതുവെ പ്രാവതയെ ഏശാറില്ല. എങ്കിലും 1-ാം പേജിൽ ഒരു ഒറ്റക്കോളം വാർത്തയുണ്ട്. അതിലാണ് വായനക്കാരുടെ ശ്രദ്ധ മുഴുവൻ. ഈ ദിനം അവസാനിക്കുന്നതിന് മുമ്പ് പ്രസിഡന്റ് മിഖായിൽ ഗോർബച്ചേവ് ദേശീയ ചാനലിൽ ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തും എന്നതാണ് വാർത്ത. ലോകത്തെ മറ്റെല്ലാ പത്രങ്ങളും ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ആ വാർത്തയെ പ്രാവത മാത്രം ഒറ്റ കോളത്തിൽ ഒതുക്കി കളഞ്ഞു. ബാർവിക 4 എന്നറിയപ്പെടുന്ന പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഡാച്ചയിലാണ് അന്ന് ഗോർബച്ചേവ് സകുടുംബം കഴിഞ്ഞിരുന്നത്. ഏതൊരു സോവിയറ്റ് ബ്യൂറോക്രാറ്റിൻ്റെയും വിജയസ്വപ്നങ്ങളുടെ പരമകാഷ്ഠയാണ് ആ രാജകീയ വസതി. ഗോർബച്ചേവ് അധികാരത്തിൻ്റെ പടവുകൾ ഒന്നൊന്നായി ചവിട്ടിക്കയറി വരുന്ന കാലത്ത് പല പല ഔദ്യോഗിക ഭവനങ്ങളിലും ഭാര്യ റൈസയും കുട്ടികളും താമസിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിൽ അവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് തന്നെ പറയാവുന്ന ഒരു വസതിയായിരുന്നു ഈ ബാർവിക. അതിന് പക്ഷേ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പാർട്ടി പ്രീമിയർ ആയ ശേഷം ഗോർബച്ചേവ് നേരിട്ട് മേൽനോട്ടം നടത്തി പണിത് പൂർത്തിയാക്കിയതാണ് ഫ്രഞ്ച് സെക്കൻഡ് എംപയർ ശൈലിയിൽ തീർത്ത മഞ്ഞ നിറത്തിലുള്ള ഈ 3 നില മാളിക. 1985 ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ആയുഷ്കാലത്തേക്കുള്ളൊരു സംവിധാനം എന്നാണ് ഗോർബച്ചേവ് കരുതുന്നത്. ചരിത്രവും അയാൾക്കൊപ്പമായിരുന്നു. ഒന്നൊഴികെ എല്ലാ സോവിയറ്റ് നേതാക്കളും പുഷ്പശയ്യയിൽ കിടന്നാണ് അവരുടെ ഔദ്യോഗിക ഭവനങ്ങൾ ഒഴിഞ്ഞിട്ടുള്ളത്. അധികാരത്തിൻ്റെ ഉച്ചശായിൽ നിൽക്കുമ്പോഴാണ് സ്റ്റാലിൻ ഭരിക്കുന്നത്. പിന്നാലെ വന്ന ബ്രഷ്നേവും ആന്ത്രോപ്പോവും ചെർണങ്കോയും എല്ലാം അധികാരത്തിലിരുന്ന് ഇഹലോകവാസം വെടിഞ്ഞവരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാലിന് തൊട്ടു പിന്നാലെ 64 ഭരണത്തിലെത്തിയ നികിത ക്രൂഷേവ് മാത്രമാണ് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. ക്രൂഷേവിൻ്റെ അതേ വിധിയാണ് 2 വ്യാഴവട്ടക്കാലത്തിന് ശേഷം ഗോർബച്ചേവിനെയും കാത്തിരിക്കുന്നത്. അന്നേ ദിവസം വൈകിട്ട് ഈ കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഗോർബച്ചേവ് വെറും ഒരു പൗരൻ മാത്രമായിരിക്കും.
രാവിലെ സമയം 9:30 ഗോർബച്ചേവ് പുറപ്പെടാൻ തയ്യാറായി. നേരത്തെ തുകൽ കേസിനുള്ളിൽ തന്റെ രാജിക്കത്തുമായി ഡാച്ചയുടെ വാതിലും തുറന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പതിവ് വാഹനമായ സിൽ ലെമോസിൻ വീട്ടുപടിക്കൽ കാത്തു കിടക്കുന്നുണ്ട്. കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്ന് ഗോർബച്ചേവ് അകത്ത് കയറി. ഡ്രൈവറുടെ തൊട്ടരികിലുള്ള ലെതർ സീറ്റിലാണ് അദ്ദേഹം പതിവായിട്ട് ഇരിക്കാറുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ മഫ്റ്റിയിലുള്ള കേണലുകൾ ബ്ലാക്ക് സൂട്ട് കേസുമായി പിന്നാലെ പുറത്തു വരുന്നു. അവർ പതിവ് പോലെ തങ്ങളുടെ വോൾഗ സലൂൺ കാറിലും കയറുന്നു. ലിമോസിൻ മുന്നിലും വോൾഗ സലൂൺ തൊട്ടു പിന്നിലുമായി ആ വാഹനവ്യൂഹം മോസ്കോ നഗരത്തിലേക്ക് പതുക്കെ ഒഴുകിയിറങ്ങുന്നു. സോവിയറ്റ് സർവ്വസൈന്യാധിപന്റെ അവസാനത്തെ യാത്ര. തന്റെ ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിന്റെ കണ്ണാടിയിലൂടെ നിരത്തുകളിലെ ആൾക്കൂട്ടത്തിലേക്ക് ഗോർബച്ചേവ് ഒന്ന് കണ്ണയക്കുന്നുണ്ട്. 6 വർഷം മുമ്പ് രാജ്യത്തിന്റെ പരമാധികാരം ഏറ്റെടുത്തപ്പോൾ ഏറെ പ്രതീക്ഷയോടെ തന്നെ ഉറ്റുനോക്കിയ റഷ്യൻ ജനത ഇന്നിപ്പോൾ ഒഴിഞ്ഞു പോകേണ്ട ഒരു അപശകുനമായിട്ടാണ് തന്നെ കാണുന്നത് എന്ന് ഗോർബച്ചേവിന് നന്നായിട്ട് അറിയാം. അദ്ദേഹം നടപ്പിലാക്കാൻ ശ്രമിച്ച ഭരണപരിഷ്കാരങ്ങൾ പാളിയതോടെ സോവിയറ്റ് സമ്പദ് വ്യവസ്ഥ പാതാളത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. റൂബിളിന്റെ വില കുത്തനെ ഇടിഞ്ഞു. കെട്ടുകണക്കിന് റൂബിൾ കൊടുക്കാനുണ്ടായാലും സാധനങ്ങൾ കിട്ടാതെയായി. കടുത്ത ക്ഷാമം. അങ്ങനെ അവശ്യ സാധനങ്ങൾ എന്തിനും ഏതിനും റേഷനിങ് ആയി. നീണ്ട വരികൾ സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ തെരുവുകളിൽ എങ്ങും സ്ഥിരം കാഴ്ചയാണ്. എങ്ങും അസംതൃപ്തി പടരുകയാണ്. 1991 ഡിസംബർ 25 മധ്യാഹ്നം. അവസാന പ്രഖ്യാപനത്തിന് ഇനി 4 മണിക്കൂറുകൾ കൂടി. ഗോർബച്ചേവ് തന്റെ രാജ്യപ്രസംഗത്തിന്റെ പകർപ്പ് ഒരിക്കൽ കൂടി പെൻസിലുമെടുത്ത് സഹായികൾക്ക് വേണ്ടി ഉറക്കെ വായിച്ചു. പ്രസിഡന്റിന്റെ വക്താവ് ഗ്രാഷേവാണ് തിരുത്തലുകൾക്ക് സഹായിക്കുന്നത്. രാജിവെക്കുകയാണ് എന്ന പദം പ്രസംഗത്തിൽ പരാമർശിക്കാൻ ഗോർബച്ചേവിന് താല്പര്യമില്ല. പകരം സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണ് എന്ന് പറയാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. വാക്കുകൾ ഉണ്ടാക്കാവുന്ന പുകലുകളെക്കുറിച്ച് ഗോർബച്ചേവ് അപ്പോൾ ബോധവാനായിരുന്നില്ല. പലതവണ മാറ്റിയെഴുതി പ്രസംഗം കമ്പോസ് ചെയ്യാൻ കൊടുത്തയച്ചു. സോവിയറ്റ് യൂണിയന്റെ അന്ത്യനിമിഷങ്ങൾ ചിത്രീകരിക്കാൻ അമേരിക്കൻ ചാനലായിട്ടുള്ള ABC നേരത്തെ തന്നെ ക്രെംലിനിൽ തമ്പടിച്ചിട്ടുണ്ട്. ലോകമറിയുന്ന മാധ്യമപ്രവർത്തകൻ ടെഡ് കോപ്പലും ക്യാമറമാൻ റിക് കപ്ലാനുമാണ് അന്ത്യകൂദാശയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അവിടെ എത്തിയിട്ടുള്ളത്. ഗോർബച്ചേവ് അവരെ തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. സൈന്യത്തിന്റെ നിയന്ത്രണം ഇപ്പോഴും കയ്യിലുള്ളത് കൊണ്ട് വേണമെങ്കിൽ ഇനിയും അധികാരത്തിൽ തുടരാനാവുമായിരുന്നോ എന്ന് അപ്പോൾ കോപ്പൽ ചോദിക്കുന്നു. അധികാരം നിലനിർത്താൻ നിലപാട് മാറ്റുന്നവർ ഇവിടെ ഒരുപാട് പേരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് അസ്വീകാര്യമാണ്. മറ്റെന്തിനേക്കാളും അധികാരത്തിൽ തുടരുന്നതായിരുന്നു പ്രധാനമെങ്കിൽ അതിനിപ്പോഴും ഒരു പ്രയാസവുമില്ല എന്ന് ഗോർബച്ചേവിന്റെ മറുപടി. 1991 ഡിസംബർ 25 സായാഹ്നം. ചരിത്രത്തിന് ചരമം പ്രഖ്യാപിക്കാൻ ഇനി വെറും 10 മിനിറ്റ് മാത്രം. പ്രസിഡന്റിന്റെ സ്റ്റൈലിസ്റ്റ് സ്ഥലത്തെത്തി. ഒരു യുവതിയാണ്. ഗോർബച്ചേവിന്റെ പിന്തലയിലെ ഇത്തിരി മുടി അവർ ഭംഗിയായി ചീകി വെച്ചു. നെറുകയിലെ വിശ്വവിഖ്യാതമായ ആ പാടിന് മുകളിൽ നല്ലപോലെ പൗഡർ ഇട്ടു. TV ക്യാമറകൾ തയ്യാറായോ എന്ന് അദ്ദേഹം പരിചാരകരോട് ആരാഞ്ഞു. 4-ാം നമ്പർ മുറിയിൽ തത്സമയ സംപ്രേഷണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞതായി യാക്കോവ്ലേവ് അറിയിച്ചു. അല്ല, പ്രഖ്യാപനം എന്റെ ഓഫീസ് മുറിയിൽ വെച്ചല്ലേ എന്ന് അസ്വസ്ഥനായ ഗോർബച്ചേവ് ചോദിച്ചു. ഒരുപാട് പത്രപ്രവർത്തകരും ഫോട്ടോഗ്രാഫർമാരും തത്സമയ സംപ്രേഷണത്തിലുള്ള ഉപകരണങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് 4-ാം നമ്പർ മുറിയിൽ സംവിധാനങ്ങൾ ഒരുക്കുകയായിരുന്നു എന്ന് മറുപടി. മണിക്കൂറുകളെടുത്താണ് ആ മുറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതൊക്കെ പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് മാറ്റാൻ ഇനി സമയമില്ല. സംപ്രേഷണം കാണുന്ന ലോകജനതയ്ക്ക് അത് പ്രസിഡന്റിന്റെ ഓഫീസാണെന്ന് തോന്നാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്. തത്സമയ സംപ്രേഷണത്തിന് അനുമതി ലഭിച്ചിട്ടുള്ളത് അമേരിക്കൻ ചാനലായിട്ടുള്ള CNN മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പരീക്ഷണത്തിന്റെ പരാജയം ലോകം കാണുന്നത് മുതലാളിത്തത്തിന്റെ പ്രതീകം വഴിയാകട്ടെ എന്നത് ഒരു കാവ്യനീതി ആയിരുന്നിരിക്കാം. ഗൾഫ് യുദ്ധത്തിന്റെ വിജയകരമായ റിപ്പോർട്ടിങ്ങിന് ശേഷം CNN കൈവരിച്ച വലിയ നേട്ടമാണ് സോവിയറ്റ് പ്രസിഡന്റിന്റെ രാജ്യപ്രഖ്യാപനം തത്സമയം കാണിക്കാനുള്ള അവകാശം സമ്പാദിച്ചത്. 4-ാം നമ്പർ മുറിയുടെ ഇടനാഴിയിൽ അവരുടെ സംവിധാനങ്ങളൊക്കെയും തയ്യാറായി കഴിഞ്ഞു. 153 രാജ്യങ്ങളിൽ CNN ഇത് സംപ്രേഷണം ചെയ്യുന്നുണ്ട് എന്ന് യാക്കോവ്ലേവ് ഗോർബച്ചേവിനോട് പറഞ്ഞു. അനന്തരം സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് അവസാനമായി ഗോർബച്ചേവ് പുറത്തേക്ക് നടന്നിറങ്ങി. 4-ാം നമ്പർ മുറി ഗോർബച്ചേവിന്റെ ഓഫീസിന്റെ മാതൃകയിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥ മുറിയിലേതുപോലെയുള്ള വിളക്കുകൾ, അതേ പച്ച പരവതാനി, അതേ ഡെസ്ക്, അതിന്മേൽ 4 ഫോണുകൾ. 4ഉം കണക്ട് ചെയ്തിട്ടില്ല. ചുമ്മാ ലോകത്തിന് കാണാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണല്ലോ. പ്രസിഡന്റിന്റെ കസേരയ്ക്ക് പിറകിൽ ക്യാമറയിൽ പതിയുന്ന വിധത്തിൽ സോവിയറ്റ് പതാക. വലതുവശത്തെ ചുവരിൽ വെളുത്ത കേട്ടൺ. CNN കോർപ്പറേഷന്റെ പ്രസിഡന്റ് US പൗരനായിട്ടുള്ള ടോം ജോൺസൺ ഈ സംപ്രേഷണത്തിന്റെ അവസാന ഒരുക്കങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആ മുറിക്കുള്ളിലുണ്ട്. മുറിയിലേക്ക് കടന്നു വന്ന ഗോർബച്ചേവ് ജോൺസന് ഹസ്തദാനം നൽകി. തുടർന്ന് നേരെ തന്റെ ഡെസ്കിന് പിന്നിലെ കസേരയിലിരുന്നു. CNN ജീവനക്കാരും സോവിയറ്റ് യൂണിയൻ ഭരണകൂടത്തിലെ ഉന്നതരും മാത്രമായിരുന്നു ആ മുറിയിൽ ഉണ്ടായിരുന്നത്. കയ്യിൽ കരുതിയിരുന്ന പച്ച കവറിൽ നിന്ന് ഗോർബച്ചേവ് കുറെ കടലാസുകൾ വലിച്ചെടുത്തു. 2 കരാറുകളും ഒരു രാജി പ്രസംഗവും. കരാറുകൾ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള രാജിയും സൈന്യത്തിന്റെ പരമാധികാരം യെൽസിന് കൈമാറുന്ന ഉടമ്പടിയുമാണ്. തത്സമയ സംപ്രേഷണത്തിന്റെ സമയം അടുത്തടുത്തു വരുന്നു. പ്രസിഡന്റിന്റെ ടൈയിൽ ഒരു ടെക്നീഷ്യൻ മൈക്ക് സ്ഥാപിച്ചു. പെട്ടെന്ന് ഒരു ഉൾവിളി കൊണ്ടെന്ന പോലെ ഗോർബച്ചേവ് കോട്ടിനുള്ളിൽ നിന്ന് തന്റെ പേന വലിച്ചെടുത്തു. കൊണ്ടുവന്ന പച്ച കവറിന് മുകളിൽ എഴുതി നോക്കി. തെളിയുന്നില്ല. ആൻഡ്രേ, ഇത് തെളിയുന്നില്ലല്ലോ, വേറൊന്ന് തരാമോ എന്ന് തന്റെ ഔദ്യോഗിക വക്താവിനോട് ചോദിച്ചു. ഏതാനും ചുവട് അകലെ നിൽക്കുകയായിരുന്ന CNN ജോൺസൺ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്ന് ബോബ്ലയുടെ ഒരു ബോൾ പോയിന്റ് പേന എടുത്ത് പ്രസിഡന്റിന് നേരെ നീട്ടി. പ്രസിഡന്റിന്റെ സമീപത്തെ ചലനം ശ്രദ്ധിച്ച അംഗരക്ഷകർ ഓടിയെത്തി.
ഗോർബച്ചേവ് വിലക്കി. 25ാം വിവാഹ വാർഷികത്തിന് ഭാര്യ എഡ്വിന ജോൺസൺ സമ്മാനിച്ചതാണ് ഈ പേന. കാലത്തിന്റെ ഓരോ തമാശകൾ നോക്കണം. സോവിയറ്റ് സാമ്രാജ്യത്തിന്റെ ചരമക്കുറിപ്പ് എഴുതാൻ അതിന് ഏറ്റവും വലിയ പ്രതിനിധിയുടെ ഒരു പേന. അമേരിക്കൻ നിർമ്മിതമാണോ ഈ പേന എന്ന് ജോൺസന്റെ കയ്യിൽ നിന്ന് പേന വാങ്ങിക്കുമ്പോൾ ഗോർബച്ചേവ് ഒരു കൃത്രിമ ഗൗരവത്തോടെ ചോദിച്ചു. അല്ല സർ, ഫ്രഞ്ചോ ജർമ്മനോ ആയിരിക്കും എന്ന് മറുപടി. എന്നാൽ പിന്നെ ഞാൻ ഉപയോഗിക്കാമെന്ന് ചിരിച്ചുകൊണ്ട് ഗോർബച്ചേവ് പറഞ്ഞു. പച്ച കവറിന് മുകളിൽ ഒന്ന് എഴുതി നോക്കി തൃപ്തനായി. ചരിത്ര മുഹൂർത്തം സൃഷ്ടിച്ച മാനസിക സമ്മർദ്ദത്തിൽ ഗോർബച്ചേവ് മുൻ തീരുമാനം മറന്നു. പ്രസംഗത്തിന് മുമ്പ് തന്നെ സോവിയറ്റ് സാമ്രാജ്യം പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉടമ്പടികളിൽ ഒപ്പിട്ടു. പക്ഷെ ആരും അത് ശ്രദ്ധിച്ചില്ല. ചരിത്രം അവസാനിച്ചത് ഷൂട്ട് ചെയ്തുമില്ല. ഒപ്പിട്ട ശേഷം മേശപ്പുറത്തെ കാപ്പിക്കപ്പിനടുത്ത് അദ്ദേഹം തന്നെ പേന വെച്ചു. പേപ്പറുകൾ തിരികെ പച്ച കവറിനുള്ളിലാക്കി. 153 രാജ്യങ്ങളിലേക്ക് അടുത്ത നിമിഷം CNN തത്സമയ സംപ്രേഷണം ആരംഭിക്കുകയും ചെയ്തു. മോസ്കോയിൽ അപ്പോൾ സമയം രാത്രി 7 മണി. കണ്ണട എടുത്തു നോക്കി, പൊടി തട്ടി, വാച്ചിൽ നോക്കി ഗോർബച്ചേവ് സമയം ഉറപ്പാക്കി. തുടർന്ന് ടെലിപ്രോംപ്റ്ററിന്റെ സഹായം കൂടാതെ നേരെ ക്യാമറയിലേക്ക് നോക്കി ഗോർബച്ചേവ് വായിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സഖാക്കളെ. ലോകം വീർപ്പടക്കി ആ പ്രസംഗം കേൾക്കാൻ തുടങ്ങി. ഗോർബച്ചേവിൻ്റെ ശബ്ദം വിറക്കുകയാണെന്നും അദ്ദേഹം ഒരു വികാര വിക്ഷുബ്ധതയിലേക്ക് വഴുതി വീഴുകയാണ് എന്നുമൊക്കെ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുകയായിരുന്ന ഗ്രാച്ചേവിന് അപ്പോൾ തോന്നി. താൻ അന്നോളം കണ്ട ഏറ്റവും വേദനാജനകവും വൈകാരികവുമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അതെന്ന് മുറിയിലുണ്ടായിരുന്ന CNN പ്രൊഡ്യൂസർ ചാർലി കൗഡിൽ പിന്നീട് പറഞ്ഞു. രാജ്യപ്രസംഗം പൂർത്തിയാക്കിയ ഗോർബച്ചേവ് ക്യാമറ പ്രവർത്തനം നിർത്തിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നെടുവീർപ്പിട്ടുകൊണ്ട് കസേരയിലേക്ക് മലർന്നു. മുറിയിൽ ശ്മശാന മൂകത. ഏതാനും നിമിഷങ്ങൾ എടുത്തു മുറിയിൽ പിന്നീട് ഒരനക്കം വയ്ക്കാൻ. കസേരയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മേശപ്പുറത്തെ പേനയും കൂടി ഗോർബച്ചേവ് കൂടെ എടുക്കുന്നു. അത് കോട്ടിനുള്ളിലേക്ക് തിരികെ നടന്നു തുടങ്ങി. പക്ഷെ ജോൺസൺ അതിവേഗം ചിന്തിച്ചു. ചരിത്രമാണ് ആ കൈവിട്ടു പോകുന്നത്. നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ ഇല്ലാതാക്കിയ ആ പേന നഷ്ടപ്പെടുത്താൻ വയ്യ. ഇടനാഴിയിൽ വെച്ച് അദ്ദേഹം ഗോർബച്ചേവിനെ വട്ടമിട്ട് പിടിച്ചു. സർ, എൻ്റെ പേന. ഓ യെസ്. ഒരു ചിരിയോടെ ആ പേന ഗോർബച്ചേവ് ജോൺസന് തിരികെ കൈമാറി. തൻ്റെ ഓഫീസിലിരുന്ന് ഗോർബച്ചേവിൻ്റെ രാജ്യപ്രസംഗം TV-യിൽ തത്സമയം കാണുകയാണ് യെൽസിൻ. രാജിവെക്കുന്നു എന്നതിന് പകരം പ്രവർത്തനം നിർത്തിവെക്കുന്നു എന്ന് ഗോർബച്ചേവ് പറഞ്ഞതോടെ യെൽസിൻ കോപം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ഓഫ് ചെയ്യ് TV, എനിക്ക് കേൾക്കണ്ട എന്ന് യെൽസിൻ അലറി പറഞ്ഞു. നേരത്തെ ഉണ്ടാക്കിയ ധാരണ പ്രകാരം പ്രസംഗശേഷം ആണവ സ്യൂട്ട് കേസ് സ്വീകരിക്കാൻ ഗോർബച്ചേവിൻ്റെ ഓഫീസിൽ യെൽസിൻ എത്തേണ്ടതുണ്ട്. താൻ അങ്ങോട്ട് പോകില്ല എന്നായി യെൽസിൻ. അത് എനിക്ക് കൊണ്ടുവന്ന് തരട്ടെ എന്ന് യെൽസിൻ പറഞ്ഞു. യെൽസിൻ വന്ന് വാങ്ങണമെന്ന് ഗോർബച്ചേവും നിർബന്ധം പിടിച്ചു. ആ സംഘർഷം മൂത്തപ്പോൾ മധ്യസ്ഥർ ഇടപെട്ടു. ഉദ്യോഗസ്ഥർ ഇരുവരുടെയും ഓഫീസുകൾക്കിടയിൽ ഷട്ടിൽ സർവീസ് നടത്തി ഒടുവിൽ മധ്യസ്ഥർ വഴി പെട്ടി കൈമാറി പ്രശ്നം പരിഹരിച്ചു. ഗോർബച്ചേവിൻ്റെ പ്രസംഗം കഴിഞ്ഞ് 20 മിനിറ്റായി കാണും. സെനറ്റ് കെട്ടിടത്തിൻ്റെ ഗോപുരത്തിലേക്കുള്ള ഇരുമ്പ് ഏണിപ്പടികൾ 2 ജോലിക്കാർ കയറുന്നു. അവിടെ സ്ഥാപിച്ചിരുന്ന 6 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള സോവിയറ്റ് യൂണിയൻ്റെ രക്തപതാക അവർ അഴിച്ചിറക്കി. പകരം റഷ്യൻ പതാക മാറി. അഴിച്ചിറക്കിയ സോവിയറ്റ് പതാക ഹോട്ടൽ വെയിറ്റർ ടേബിൾ ക്ലോത്ത് മടക്കി കൊണ്ടുപോകുന്നത് പോലെ അവർ ക്രെംലിൻ്റെ നിലവറയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ക്രെംലിനിലെ ആ പഴയ ചെങ്കൊടി താഴേക്ക് ഊർന്നിറങ്ങിയപ്പോൾ താഴെ വീണത് വെറും ഒരു തുണിക്കഷ്ണമല്ല, മറിച്ച് അവിടെ സംഭവിച്ചത് ഒരു മഹാസാമ്രാജ്യത്തിന്റെ അസ്തമയമായിരുന്നു. ആ കവാടത്തിൽ നിന്ന് ഇറങ്ങി നടന്ന മിഖായിൽ ഗോർബച്ചേവ് എന്ന ഒമ്നിപൊട്ടൻ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് തൊട്ടടുത്ത ദിവസം മുതൽ വെറും ഒരു സാധാരണക്കാരനായി മാറി. അതിനുശേഷം പല കൈമറിഞ്ഞ് റഷ്യയുടെ അധികാരം ഇന്ന് വന്നെത്തി നിൽക്കുന്നത് വ്ളാഡിമിർ പുടിൻ എന്ന ഓട്ടോക്രാറ്റിന്റെ കയ്യിലാണ്. സോവിയറ്റ് യൂണിയൻ ശിഥിലമായി റഷ്യൻ ഫെഡറേഷൻ ഉണ്ടായി വന്ന ശേഷവും ആ പ്രദേശത്തിന്റെ ലോകരാഷ്ട്രീയത്തിലെ ഇടപെടലുകൾക്ക് ഇന്നും കുറവൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയെത്തുന്ന എണ്ണയുടെ, നമ്മൾ വില കൊടുത്തു വാങ്ങുന്ന ടെക്നോളജിയുടെ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെയും വിലയിലും ലഭ്യതയിലും റഷ്യ എന്ന വമ്പൻ ശക്തി ചെലുത്തുന്ന സ്വാധീനം, ആഗോള ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും അനുദിനം ഇനിയും വർദ്ധിച്ചു വരിക തന്നെ ചെയ്യും. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.